ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. തേജോമയനായ ദൈവം തന്റെ അദൃശ്യ ദൂതഗണത്തോടുകൂടെ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നതോർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്നവരും പ്രാർത്ഥനയോടും ആത്മാവൊരുക്കത്തോടും ഹൃദയവാഞ്ചയോടും കൂടെ തുടർന്നും കർത്തൃസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹപ്രവൃത്തിയെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പാപത്തിന് അധീനപ്പെട്ടുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി. സ്നേഹസമ്പൂർണനായ ദൈവപുത്രനായ മശിഹ മാനവരാശിയുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അവൻ നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ അളവറ്റ വലിപ്പം എത്രമാത്രം ഉന്നതമെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട വേദഭാഗം സങ്കീർത്തന പുസ്തകം 16:8-9 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ട്. സങ്കീർത്തനം 16:8-9 വാക്യങ്ങൾ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്തവ ലോകത്തിന് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഇന്നേക്ക് ഏതാണ്ട് 3000-ൽ പരം വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിൽ ജീവിച്ചിരുന്ന ദാവീദ് എന്ന രാജാവ് സർവശക്തനായ ദൈവത്തിന്റെ മഹിമയെ ഓർത്ത് സ്വർഗസിംഹാസനത്തെ നോക്കി പാടിയ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ സംഭവബഹുലമായ ഒരു ജീവിത നിലവാരത്തിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസമുള്ള വാർത്താ മാധ്യമങ്ങൾ കൂടെ നമ്മുടെ കാതുകളിൽ എത്തിച്ചേരുന്ന വാർത്തകൾ മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും കഴിയും തോറും ലോകം ഒരു വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിലും വേണ്ട നിലയിൽ സമാധാനവും സന്തോഷവുമില്ല. മുഴു ലോകവും ഒരു വലിയ വിനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മനുഷ്യൻ ശാസ്ത്രീയമായി വളരെ അധികം പുരോഗമിച്ചിരിക്കുന്നു. ശാസ്ത്രീയമായി മനുഷ്യൻ പുരോഗമിച്ചിട്ട് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ അറിവിൽ നിന്ന് അറിവിലേക്ക് ഉയർന്ന് ഒരു കഴുകൻ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പറക്കും പോലെ മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതികളും അവന്റെ സാംസ്കാരിക വർധനവും അവനെ ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ചിട്ട് നശിച്ചു പോകുന്ന വിവേകശൂന്യമായ മൃഗത്തെക്കാൾ കഷ്ടമായി മനുഷ്യൻ അധമ നാശത്തിലേക്ക് പോവുകയാണ്. സാംസ്കാരികമായി പുരോഗമിച്ചെന്ന് അഭിമാനിക്കുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും യാത്ര നിത്യപാതാളത്തിലേക്കാണെന്നുള്ള നഗ്നസത്യം ലോകം ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യനൊരു ഭാഗത്ത് പുരോഗമിക്കുന്നു. മനുഷ്യന്റെ പുരോഗതി അവനെ ഉന്നതാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ദീർഘകാലത്തെ മനുഷ്യന്റെ കഠിനാധ്വാനത്താൽ അവനുണ്ടായി വന്ന അവന്റെ ശാസ്ത്രീയ പുരോഗതിയും അതിന്റെ പ്രായോഗിക വശത്തിൽ കൂടെ അവന് ലഭിച്ച ഉയർച്ചയും മനുഷ്യനെ വളരെ ഉന്നതനാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അറിവിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ പരക്കം പാച്ചിലിനിടയിൽ അവന്റെ ധാർമ്മികമായ പല മൂലതത്വങ്ങളും മനുഷ്യൻ മറന്നുപോയി. അവന് മുകളിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും ഈ ലോക ജീവിതയാത്രയ്ക്കപ്പുറം ഒരു ന്യായവിധി ഉണ്ടെന്നും അവന്റെ ഉള്ളിൽ മുഴു ലോകത്തെക്കാൾ വിലപ്പെട്ട ഒരാത്മാവിനെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിട്ട് മനുഷ്യൻ മൃഗതുല്യനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ വാർത്താ മാധ്യമങ്ങൾ വായിച്ചാൽ അറിയാം, ലോകത്തിൽ ഒരു മനുഷ്യനും ഇന്ന് വേണ്ട നിലവാരത്തിൽ ഒരു സമാധാനമില്ല.
കടിഞ്ഞാൺ പറഞ്ഞ ഒരു കുതിര യുദ്ധക്കളത്തിൽ ശത്രുപാളയത്തിലേക്ക് ഓടിയടുക്കും പോലെ മനുഷ്യൻ ഒരു വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അറിവ് അവന് കാണിച്ചു കൊടുത്ത ആറ്റമിക് ആയുധങ്ങൾ ഇന്ന് മനുഷ്യനെ നോക്കി അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂണുപോലെ കുരുത്തു വരുന്ന ഭീകര സംഘടനകൾ മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തിക്കളയുകയാണ്. മനുഷ്യന്റെ മനോദർപ്പണത്തിനോ അവന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനോ നിയന്ത്രിപ്പാൻ കഴിയാത്ത പ്രകൃതിക്ഷോഭങ്ങളാൽ മനുഷ്യൻ വ്യാകുലനാണ്. ഭക്ഷണത്തിനും പാർപ്പിടത്തിനും പോലും വകയില്ലാത്ത പല രാജ്യങ്ങളും ഇന്ന് അവരുടെ ആയുധപ്പുരകൾ കൂട്ടിക്കൊണ്ട് ഏതൊരു സമയവും ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 154 പ്രാവശ്യം ചുട്ടരിപ്പാനുള്ള ആയുധങ്ങളാണ് ലോകത്തിലെ വൻ രാഷ്ട്രങ്ങൾ ഇന്ന് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ലോകം ഒരു വലിയ വിനാശത്തിലേക്ക് പോവുകയാണ്. ധാർമ്മികമായി മനുഷ്യൻ അധപ്പതിക്കുകയാണ്. ദുഷ്ടത കൊണ്ടും പ്രാകൃതം കൊണ്ടും അഭിമാന സ്തംഭം സ്ഥാപിക്കുന്ന ഒരു രാഷ്ട്രീയ ലോകമാണ് ഇന്ന് ലോകത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഗതി എവിടേക്കാണ്? ഈ അവസ്ഥയിൽ പോയാൽ ഈ ലോകം എവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും? ഈ ലോകത്തിന്റെ നിരീക്ഷകരായ അനേകരുടെ അഭിപ്രായത്തിൽ ലോകം ഒരവസാന നിമിഷത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഇനിയും അധികം ലോകം മുൻപോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതിക്കോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ ലോകത്തിൽ ഉയർന്നു വന്ന സാംസ്കാരികത്തിനോ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം അവനെ ഉയർത്തിക്കൊണ്ടുവന്ന അവസ്ഥയ്ക്കോ ഒരു മനുഷ്യന് സമാധാനം നൽകുവാൻ സാധ്യമല്ല. സമ്പന്നരായ അനേകർ, കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ളവർ അർദ്ധരാത്രിയുടെ യാമങ്ങളൊന്ന് ഉറങ്ങുന്നത് ഏതെങ്കിലും ഉറക്ക ഗുളിക കഴിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ മദ്യലഹരിയിലാണ്ടോ മൃഗതുല്യരായി അവർ ഉറങ്ങുന്നു. ഭൂമിയിൽ മനുഷ്യന് സമാധാനമില്ല. ഭൂമിയിൽ മനുഷ്യന് സ്വസ്ഥതയില്ല. ലോകത്തിലെ വൻ രാഷ്ട്രങ്ങൾ വ്യാകുലപ്പെടുകയാണ്. ഭൂമിയിൽ ആരുടെയും ജീവന് സുരക്ഷിതമല്ല. ഭരണകർത്താക്കന്മാരുടെ ജീവന് സംരക്ഷണത്തിനു വേണ്ടി അവരെ സൂക്ഷിക്കുവാൻ ഗവൺമെന്റ് നിയോഗിച്ചു വെച്ചിരിക്കുന്ന ക്രമീകരണം കണ്ടാൽ തന്നെ അവരുടെ ജീവൻ സുരക്ഷിതമല്ല. ആർക്കും ഭൂമിയിൽ സമാധാനമില്ല. സമ്പന്നനും ദരിദ്രനും ഒരുപോലെ ഭയപ്പെടുന്നു. ഭൂമി എപ്പോൾ കുലുങ്ങും? സുനാമി തരംഗം എപ്പോൾ ഭൂമിയുടെ മേൽ കയറും? ശക്തമായ കൊടുങ്കാറ്റ് എപ്പോൾ അടിക്കും? പകർച്ചവ്യാധി എപ്പോൾ പടർന്നു പിടിക്കും? മനുഷ്യൻ ഭയപ്പെട്ട് ഞെട്ടിവിറയ്ക്കുകയാണ്. ലോകം നാശത്തിലേക്ക് പോവുകയാണ്. ഉമിത്തിയിൽ പുകൈ പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ പുകയുകയാണ്. ലോകം എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? ലോകത്തിന്റെ ഗതി എന്തായിരിക്കും? ആർക്ക് ലോകത്തെ നിയന്ത്രിക്കാം? ഈ ചോദ്യത്തിന് പകച്ചു നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ചില സത്യം തുറന്നു പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന് സമാധാനം ലഭിക്കും. ഭൂമിയിൽ ഒരു മനുഷ്യന് സ്വസ്ഥത സ്വന്തമാക്കിയെടുക്കാം. ഭക്തനായ ദാവീദ് തന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. താൻ ആട്ടിടയനായി വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും മലയരുവികളിൽ ഒഴുകിക്കൊണ്ടിരുന്ന അരുവികളുടെ തീരങ്ങളിലും ആടുകളെ മേയിച്ചു നടന്നവൻ. ദൈവത്തിന് പ്രസാദം തോന്നി. ഇടുക്കത്തിൽ നിന്ന് അവനെ വിശാലതയിൽ കൊണ്ടുവന്ന് യഹൂദ തുടങ്ങി ബേർശേബ വരെ കിടക്കുന്ന ഒരു വലിയ രാജ്യത്തിന്റെ രാജാവാക്കി തീർത്തപ്പോൾ അവൻ ദൈവസിംഹാസനത്തെ നോക്കി പാടി. അനവധി യുദ്ധങ്ങളും അനവധി ശത്രുക്കളും അസംഖ്യം പ്രതിസന്ധികളും അനവധി പ്രശ്നങ്ങളും നിറഞ്ഞ തന്റെ ജീവിതം ഏറ്റവും സുരക്ഷിതമാണെന്നും താൻ സമാധാന സമ്പൂർണനാണെന്നും താൻ ഭയം കൂടാതെ ജീവിക്കുന്നെന്നും തന്റെ ആത്മാവ് വിശ്രമിക്കുന്നെന്നും താൻ വളരെ ശക്തിയോടെ പറയുന്നു. കാരണം അവൻ പറയുകയാണ്, യഹോവേ, ഞാൻ നിന്നെ എന്റെ മുൻപിൽ വെച്ചിരിക്കൊണ്ട് എന്റെ മനസ്സ് ആനന്ദിക്കും, എന്റെ ഹൃദയം സന്തോഷിക്കും, എന്റെ ജഡം നിർഭയമായി വസിക്കും. 4-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവൻ ഇങ്ങനെ പാടുകയാണ്, അവരുടെ ഹൃദയത്തിൽ ലോകപ്രകാരം ലഭിച്ചതിൽ അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. വായിച്ചാട്ടെ 4-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങൾ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ഭൂമിയിൽ ഇത്രമാത്രം സംഭവബഹുലമായ കാര്യങ്ങൾ നടക്കുന്നു. ഓരോ ദിവസത്തെ വാർത്തകൾ കേട്ടാൽ മനുഷ്യൻ ഞെട്ടിവിറയ്ക്കുന്നു. ഈ വ്യാകുലപ്പെടുന്ന ലോകത്തിൽ ഒരു ഭക്തന് സമാധാനമായി ജീവിക്കാം. ഒരു ഭക്തന് ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാം. ലോകത്തിൽ ഇന്ന് എത്രയോ കോടിക്കണക്കിന് രൂപയുള്ളവർ സമാധാന രഹിതരായി ജീവിക്കുന്നു.
അടുത്ത കാലത്ത് ഞാൻ ഒരു സ്ത്രീയെ കണ്ടെത്തി. ബഹുസമ്പന്നയായ ഒരു സ്ത്രീയാണ്. വളരെ അതീവ പ്രശസ്തമായ ചില സ്ഥാപനങ്ങൾ അവൾക്കുണ്ട്. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനമുണ്ട്. അവൾക്ക് യാത്ര ചെയ്യുവാൻ വാഹനമുണ്ട്. ലോകപ്രകാരം സകല വിധത്തിലും അവളുടെ ഒരു 5 തലമുറയ്ക്കപ്പുറം സുരക്ഷിതമായി ജീവിപ്പാനുള്ളത് അവൾ കരുതിയിട്ടുണ്ട്. അവർ പൂർവികരായി ധനികർ തന്നെയായിരുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിൽ സമാധാനമില്ല. വളരെ വ്യാകുലപ്പെടുന്ന മനസ്സോടെ, തകർന്നുടഞ്ഞ ഹൃദയത്തോടെ, ഒരു ലക്കുകെട്ടാളിനെ പോലെ അവൾ എന്റെ മുൻപിൽ ഇരുന്ന് കരഞ്ഞു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഭൂമിയിൽ സകലതുമുണ്ട്, സമൂഹത്തിൽ വിലയുണ്ട്, യാത്ര ചെയ്യുവാൻ വാഹനമുണ്ട്, കാലാവസ്ഥയ്ക്ക് ഏറ്റവണ്ണം പോയി പാർക്കുവാൻ മൂന്നാറ്റിലും ഊട്ടിയിലും പല സ്ഥലങ്ങളിലായിട്ട് എനിക്ക് വീടുകളുണ്ട്. പക്ഷേ എന്റെ ഹൃദയത്തിൽ സമാധാനമില്ല. മനുഷ്യന്റെ ശാസ്ത്രത്തിനോ മനുഷ്യന്റെ സാംസ്കാരികത്തിനോ മനുഷ്യന്റെ പുരോഗമനത്തിനോ മനുഷ്യൻ ലോകത്തിൽ നേടിയെടുത്ത അറിവിനോ ആ അറിവിന് വേണ്ടി അവൻ സ്ഥാപിച്ചുയർത്തിയ അഭിമാന സ്തംഭത്തിനോ മനുഷ്യന് സമാധാനം നൽകാൻ ഒരു കാലത്തും സാധ്യമല്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ കണ്ടെത്തിയ ഒരു ശാസ്ത്രത്തിനും ഒരാത്മാവിന് സമാധാനം കൊടുപ്പാൻ കഴിയാതെ വരുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ തന്നെ അനുഗമിച്ച പുരുഷാരത്തെ നോക്കി പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു ജനിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ആർത്തുപാടിയിരുന്നു, അവൻ സമാധാന പ്രഭു എന്ന്. സമാധാന പ്രഭുവായി യേശുവിങ്കിൽ നിന്ന് സമാധാനം ലഭിച്ച് ഈ ജീവിതയാത്രയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൽ കൂടെ നമുക്ക് സമാധാനം കണ്ടെത്താം. ഇപ്പോൾ ഭക്തനായ ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ ദൈവത്തെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ മനസ്സ് ആനന്ദിക്കും, എന്റെ ഹൃദയം സന്തോഷിക്കും, എന്റെ ജഡം നിർഭയമായി വസിക്കും. വീണ്ടും അദ്ദേഹം പറയുകയാണ്, നീയല്ലോ യഹോവേ അങ്ങനെ എന്നെ ആക്കുമാറാക്കിയത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സമാധാനത്തോടെ ജീവിച്ച്, സമാധാനത്തോടെ പ്രവർത്തിച്ച്, സമാധാനത്തോടെ ഉറങ്ങി, സമാധാനത്തോടെ മരിക്കണം. അതാണ് ഒരു മനുഷ്യാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവപുത്രനായ മശിഹ ലോകത്തിൽ വന്ന് മനുഷ്യ എടുത്തിട്ട് അവന്റെ ജന്മത്തിന്റെ 40-ാം ദിനത്തിങ്കൽ അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുമ്പോൾ ആ ശിശുവിനെ കരത്തിൽ വാങ്ങിയ വയോധ്യനായ ഒരു ശിമിയോൻ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നാഥാ, അടിയനെ സമാധാനത്തോടെ അയക്കണമേ. കാര്യം ജാതികൾക്ക് വരുവാനുള്ള രക്ഷ എന്റെ കണ്ടിരിക്കൊണ്ട് ഇനിയും എന്നെ സമാധാനത്തോടെ അയക്കണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെ ഒരു മനുഷ്യന് സമാധാനം പ്രാപിക്കാം? സമാധാനം ഒരുവന്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ അവൻ എന്ത് ചെയ്യണം? എന്താണ് അവന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പറയുന്നു, ദുഷ്ടന് സമാധാനമില്ല, അവന്റെ ഹൃദയം കടൽത്തിര പോലെയാണ്, അതിങ്ങനെ ചേറും ചെളിയും തുപ്പിക്കൊണ്ട് അതിന്റെ അവശേഷിക്കുന്നത് തിരമാലയിൽ കൂടെ അടിച്ചു തീരപ്രദേശത്തേക്ക് വരികയാണ്. ദുഷ്ടന് സമാധാനമില്ലെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഒരു മനുഷ്യന് അവന്റെ സമാധാനത്തെ കെടുത്തുന്നത് എന്താണ്? തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുന്ന കാര്യം കണ്ടെത്താം. ആരാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ചിന്താ വിഷയമായിരിക്കണം. ദാവീദ് പറയുന്നു, എന്റെ ദൈവത്തെ ഞാൻ മുൻപിൽ വെച്ചിരിക്കുന്നു. അനവധി യുദ്ധങ്ങൾ, അസംഖ്യം പ്രതിസന്ധികൾ, അവന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികൾ, അന്യ രാജാക്കന്മാരുടെ ആക്രമണം, തന്നോടുകൂടെയുള്ള സൈനികർക്കിടയിലെ ഭിന്നതകൾ, ഇതെല്ലാം അവനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ പല സാഹചര്യങ്ങളിലും തളർന്നിരുന്നു. എങ്കിലും യഹോവയുടെ ദയ അവനെ താങ്ങി നടത്തിക്കൊണ്ടുവന്നു. 40ഓളം വർഷം അവൻ യെരൂശലേമിൽ രാജാവായിരുന്നു. അവൻ പണിതുയർത്തിയ ദേവദാരുവിന്റെ അരമനയിൽ കിടന്ന് അവൻ മരിച്ച് പിതാക്കന്മാരോടുകൂടെ ചേർന്നു. അവൻ പറയുന്നു, യഹോവേ, ഞാൻ നിന്നെ എന്റെ മുൻപിൽ വെച്ചിരിക്കൊണ്ട്, നീ എന്റെ മുൻപിൽ ഇരിക്കുന്നത് കൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കും, എന്റെ മനസ്സ് ആനന്ദിക്കും. ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരെ, നമ്മുടെ സമാധാനത്തിന് വേണ്ടി ദൈവത്തെ നാം നമ്മുടെ മുൻപിൽ സ്ഥാപിച്ചൊരു ജീവിതം ചെയ്യുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം സുരക്ഷിതവും സമാധാനപൂർണവുമായിരിക്കും. എന്നാൽ പാപം നമ്മിൽ വാഴുന്നിടത്തോളം കാലം, നാം പാപത്തിന് ദാസരായിരിക്കുന്നിടത്തോളം കാലം, പാപം നമ്മുടെ മുൻപിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കത്തില്ല. അക്ഷരീയമായ പണം ഉണ്ടായേക്കാം, സമൂഹത്തിൽ മാന്യത ഉണ്ടായേക്കാം, എല്ലാവിധത്തിലും നമ്മെ മാന്യരും ശ്രേഷ്ഠരുമായി ലോകം വില കൽപ്പിച്ചേക്കാം. പക്ഷേ പാപം
പാപം വാഴുന്നിടത്തോളം കാലം സമാധാനമില്ല. ദൈവത്തെ മുൻപിൽ വെച്ചിരുന്ന കാലത്ത് ദാവീദ് സമാധാനവും സുരക്ഷിതവും ഉള്ളവനായിരുന്നു. എന്നാൽ ഒരു ദിവസം വഞ്ചകനായ പിശാചിന്റെ കണിയിൽ അവൻ അകപ്പെട്ടുപോയി. അവൻ ദൂരത്ത് നിന്ന് പാപത്തെ കണ്ടു, പാപത്തിന് അവൻ അധീനപ്പെട്ടുപോയി. എന്താണ് സംഭവിച്ചെന്നറിയാമോ? അവന്റെ ദൈവിക സമാധാനം അവനെ വിട്ട് പോയി കളഞ്ഞു. അവൻ ഭയപ്പെട്ടു വിറയ്ക്കുവാൻ തുടങ്ങി. 51-ാം സങ്കീർത്തനത്തിൽ അവൻ വ്യാകുലപ്പെട്ട് ദൈവത്തെ നോക്കി നിലവിളിക്കുകയാണ്, ദൈവമേ, നിന്റെ ആത്മാവെന്നെ വിട്ടുപോകുമോ? തനിക്ക് മുൻപുണ്ടായിരുന്ന ശൗൽ എന്ന രാജാവ് ദൈവത്താൽ തള്ളപ്പെട്ടിട്ട് ദൈവാത്മാവ് നഷ്ടപ്പെടുകയും പകരം ദുരാത്മാവ് വരികയും അവന്റെ പ്രാകൃത രീതികളും അവന്റെ ദാരുണ്യമായ വധവും ദാവീദ് ഓർത്തപ്പോൾ അവൻ ഭയപ്പെട്ടു വിറച്ചു, ദൈവമേ, നിന്റെ ആത്മാവെന്നെ വിട്ടുപോകുമോ? നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുമോ? നിന്റെ സാന്നിധ്യം എന്നെ വിട്ടകലുമോ? അവൻ പറയുന്നു, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, നിന്നെ സ്തുതിപ്പാൻ എന്റെ അധരത്തെ തുറന്നു തരണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ ജീവിതയാത്രയുടെ തുടക്കത്തിൽ അവന്റെ മുൻപിൽ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ ആത്മാവ് സന്തോഷിച്ചു. അവന്റെ ഹൃദയത്തിൽ വലിയ ആനന്ദം ഉണ്ടായിരുന്നു. അവന്റെ ജഡം അസംഖ്യ യുദ്ധങ്ങളുള്ള ലോകത്തിൽ നിർഭയനായി ഉറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴോ അവൻ പാപത്തിന് അധീനപ്പെട്ടു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ കാഠിന്യം നാഥാൻ എന്ന പ്രവാചകൻ അവന്റെ കാതുകളിൽ കേൾപ്പിച്ചിട്ട് പാപകാഠിന്യം അവൻ ഗ്രഹിച്ചപ്പോൾ അവൻ ദൈവസിംഹാസനത്തെ നോക്കി ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത ന്യായപ്രമാണത്തിലെ ഒരു യാഗത്താലും അവന്റെ അകൃത്യത്തിന് പരിഹാരമില്ല. പാപയാഗം കൊണ്ടോ അകൃത്യയാഗം കൊണ്ടോ പാനീയാഗം കൊണ്ടോ ദാവീദിന്റെ പാപം ക്ഷമിക്കപ്പെടുകയെന്ന് കണ്ടാറേ ദാവീദ് ദൈവകരുണയിൽ കയറി പിടിച്ചു. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദിന്റെ ആരംഭത്തിങ്കൽ ദൈവം അവന്റെ മുൻപിൽ ഇരുന്നതിനാൽ അവന്റെ ജീവിതം സുരക്ഷിതമായിരുന്നു. എന്നാൽ ദൈവത്തെ വിട്ടകന്ന നിമിഷത്തിൽ അവൻ ഭയപ്പെടാൻ തുടങ്ങി, അവൻ വ്യാകുലപ്പെടാൻ തുടങ്ങി. വീണ്ടും അവൻ തന്റെ അവസ്ഥ എഴുതുകയാണ്. ഒരു പാപിയായ മനുഷ്യന്റെ ഹൃദയാവസ്ഥയും അവന്റെ ആത്മീയ അവസ്ഥയും അവന്റെ ശാരീരിക അവസ്ഥ എന്തെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. 38-ാം സങ്കീർത്തനത്തിന്റെ 2 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പാപിയുടെ ഹൃദയാവസ്ഥ എങ്ങനെയെന്ന് പറയുകയാണ്. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ അസ്ത്രങ്ങൾ എന്നെ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു, നിന്റെ കൈ എനിക്ക് ഭാരമായിരിക്കുന്നു, നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിന് സൗഖ്യമില്ല, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥിക്ക് സ്വസ്ഥതയില്ല, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ എന്റെ കവിഞ്ഞിരിക്കുന്നു, അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് ഭാരമേറിയ ഒരു ചുമട് പോലെ ഞാൻ അവയെ ചുമക്കുന്നു. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം ഞാൻ തകർന്നിരിക്കുന്നു, ക്ഷീണിച്ച് അത്യന്തം തളർന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ എന്റെ അലറുന്നു, ഹൃദയത്തിന്റെ ഞെരുക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതേ ദാവീദ് മുൻപ് പറഞ്ഞല്ലോ, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കൊണ്ട് എന്റെ മനസ്സ് ആനന്ദിക്കും, ഹൃദയം സന്തോഷിക്കും, ജഡം നിർഭയമായി വസിക്കും. പക്ഷേ ഇസ്രായേൽ സൈന്യത്തോടുകൂടെ യാത്ര ചെയ്ത് യുദ്ധകളത്തിൽ പോകേണ്ടവൻ അരമനയിൽ കിടന്നുറങ്ങി. സാത്താൻ കുഴിച്ച പടുക്കുഴിയിൽ അവൻ ആണ്ടു വീണ ശേഷം ദൈവ സാന്നിധ്യത്തെ അവനെ വിട്ടു മാറുമോ എന്നും ആ പാപത്തിന്റെ കാഠിന്യം ഗ്രഹിച്ചപ്പോൾ അവൻ അനുതപിച്ച് കരയുകയാണ്. ഇതാണ് ഒരു പാപിയുടെ അവസ്ഥ. ഒരു പാപിയായ ഒരു മനുഷ്യന് അവന്റെ ആത്മാവും അവന്റെ ജഡവും ആയിത്തീരുന്ന അവസ്ഥ അവിടെ പറയുന്നല്ലോ. എന്റെ പാപം ഹേതുവായി, എന്റെ അകൃത്യം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുകയാണ്. ഭാരമുള്ള ചുമടുപോലെ ഞാൻ എന്റെ പാപത്തെ ചുമക്കുകയാണ്. എന്റെ പാപം ഹേതുവായി ഞാൻ രാത്രിയിൽ അലേറി വിളിക്കുകയാണ്, യഹോവേ, ഞാൻ ഏറ്റവും കുനിഞ്ഞു നടക്കുകയാണ്. വരൾച്ചകളാൽ എന്റെ അസ്ഥികൾ ഉരുകിപ്പോകുകയാണ്. നിന്റെ നീരസത്താൽ എന്റെ ആത്മാവ് ദുഃഖിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, ലോകത്തിൽ നിങ്ങൾ എത്ര ഉന്നതരാണെങ്കിലും പാപം എന്ന പ്രാകൃതം നിങ്ങളെ
വാഴുന്നിടത്തോളം കാലം നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ ഈ വായിച്ചു കേട്ട വാക്കുപോലെയാണ്. അവിടെ പറയുന്ന യഹോവേ, ഞാൻ ഭാരമുള്ള ചുമട് പോലെ പാപത്തെ ചുമക്കുകയാണ്. ഞാൻ അറിയുന്നു. അവൻ പറയുന്നല്ലോ, പാപം എന്റെ മുൻപിലിരിക്കുന്നു. 51-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ അവൻ പറയുകയാണ്, പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ ലംഘനത്തെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. മുൻപേ അവിടെ ഇരുന്നത് ദൈവമായിരുന്നു. അന്ന് ഹൃദയം സന്തോഷിച്ചിരുന്നു, മനസ്സ് ആനന്ദിച്ചിരുന്നു, ജനം നിർഭയമായി വസിച്ചിരുന്നു. അവൻ പറയുന്ന യഹോവേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയിരിക്കൊണ്ട് ഞാൻ ഉണർന്നിരുന്നു. അങ്ങനെയായിരുന്നു അവനൊരു നിർമ്മല മനസാക്ഷിയോടെ ആയിരുന്നു ജീവിതത്തിന്റെ തുടക്കം. എന്നാൽ കാലാന്തരത്തിൽ പാപത്തിൽ ആണ്ട ശേഷം അവൻ തന്റെ അവസ്ഥയെ ഓർത്ത് വ്യാകുലപ്പെടുകയാണ്. അന്ന് സ്വസ്ഥതയോടെ ഉറങ്ങിയവൻ പറയുന്നു, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല, എന്റെ അസ്ഥികൾ പാപത്താൽ ഉരുകിപ്പോയി, ഞാൻ അലേറി വിളിക്കുകയാണ്, യഹോവേ, നിന്നിൽ മാത്രം ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. വീണ്ടും എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ ലംഘനത്തെ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നിന്റെ നീരസം ഹേതുവായി, നിന്റെ നീരസം പാപത്താൽ ദൈവത്തിന് അവനോട് നീരസം തോന്നിയെന്ന് അവന് ബോധ്യപ്പെട്ടാറേ അവൻ പറയാണ്, യഹോവേ, നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഓർത്തുകൊള്ളണമേ, പാപം വാഴുന്നിടത്തോളം കാലം നിങ്ങളുടെ ദേഹത്തിൽ സൗഖ്യം ഉണ്ടായിരിക്കത്തില്ല. ആ കാര്യം ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്. പാപം വാഴുന്നവന്റെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടായിരിക്കത്തില്ല. യേശു ഒരിക്കൽ ഒരു സ്ത്രീയെ സൗഖ്യമാക്കി. മകളെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. തൽക്ഷണം വ്യാധി അവളെ വിട്ടുമാറി. വ്യാധിയോടൊപ്പം പാപവും അവളെ വിട്ടുപോയിരുന്നു. ആകയാൽ ദൈവത്തെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സുരക്ഷിതമായിരിക്കും. നമ്മുടെ മനസ്സിൽ അത്യന്തമായ സന്തോഷമുണ്ടായിരിക്കും. നമ്മുടെ ഹൃദയം ആർത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കും. അതിലുപരി ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശരീരം നിർഭയമായി വസിക്കും. ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കൊണ്ട് മനസ്സാനന്ദിച്ച് ഹൃദയം സന്തോഷിച്ച് നിർഭയമായി ഭൂമിയിൽ വസിച്ച ദാവീദ് പാപത്തിന് അധീനപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാനസികാവസ്ഥ ആകെ തകർന്നു, ശാരീരിക അവസ്ഥ അതിലുപരി തകർന്നു. ഭയപ്പെട്ട് വിറയ്ക്കുവാൻ തുടങ്ങി. അയ്യോ ദൈവമേ, നിന്റെ നീരസത്താൽ ഞാൻ വേദനപ്പെടുകയാണ്, എന്റെ ദേഹത്തിന് ഒരു സൗഖ്യവുമില്ല. അടുത്തത്, എന്റെ പാപം ഹേതുവായി, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. മുൻപ് സ്വസ്ഥതയും വിശ്രാമവും പ്രാപിച്ചിട്ട് അസംഖ്യ യുദ്ധങ്ങൾക്കിടയിൽ കിടന്നുറങ്ങിയ ഭക്തൻ ഇപ്പോൾ പറയുകയാണ്, ദൈവമേ, എന്റെ അസ്ഥികൾക്ക് സുഖമില്ല, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല, എന്റെ അസ്ഥിക്കുള്ളിൽ അത് വ്യാധിയായി പിടിച്ചിരിക്കുന്നു. അടുത്തത്, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതെ എന്റെ തലയ്ക്കുമീതെ നിൽക്കുന്നു. പാപത്തിന് ഭയങ്കര ശക്തിയാണ്. പാപത്തെ കുറിച്ച് നാം പഠിച്ചാൽ പാപത്തെ ബൈബിൾ പല നിലവാരത്തിൽ തിരിച്ചിരിക്കുന്നതായി കാണാം. ഒന്നേ, മനുഷ്യനോട് ചെയ്യുന്ന പാപമുണ്ട്. ശമൂവേലിന്റെ കാലത്ത് ഏലി എന്ന പുരോഹിതൻ തന്റെ സന്തതികളോട് പറഞ്ഞു, മക്കളെ, മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം. രണ്ടാമത്തെ രംഗം ഏതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന പാപം. മുടിയനായ പുത്രൻ സ്വന്തം ആലോചനയിൽ യാത്ര ചെയ്ത് അപ്പന്റെ വീട് വിട്ട് അവൻ വിദൂര ദേശത്ത് പോയി. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നവൻ അനുതാപ ഹൃദയത്തോടെ നുറുങ്ങിയ മനസ്സോടെ അപ്പന്റെ വീട് തേടി അവൻ യാത്രയായി. അവൻ ചെല്ലുമ്പോൾ അവിടെ പറയുകയാണ്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ദൈവത്തോടും സ്വർഗത്തോടും ചെയ്യുന്ന പാപം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ ഇങ്ങനെ പറയാണ്, സകല പാപവും ശരീരത്തിന് പുറത്തത്രേ, വ്യഭിചാരിയായി ജീവിക്കുന്ന ഒരുവനോ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. ആകയാൽ മനുഷ്യന്റെ പാപം ഒന്നേ, മനുഷ്യനോട് ചെയ്യുന്ന പാപം. കായീൻ എന്ന ദുഷ്ടൻ തന്റെ അനുജനായ ഹാബേലിനെ അവന്റെ ക്രൂരത ഹേതുവായി കൊന്നുകളഞ്ഞത് മനുഷ്യനോട് ചെയ്ത പാപമാണ്. മുടിയനായ പുത്രൻ മടങ്ങി വന്ന് പറയുന്ന, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ പ്രാകൃതമായി ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം, ദൈവത്തിന്റെ ആലയമായി തെരഞ്ഞെടുത്ത ശരീരത്തെ പ്രാകൃതമാക്കി
ജീവിച്ചാൽ അവന്റെ പാപം ദൈവ ആലയത്തിന് നേരെയാണ്. ആലയം അശുദ്ധമാക്കി യഹോവ തീക്കിരയാക്കിയെന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ ശലോമോന്റെ ആലയത്തെ കുറിച്ച് പറയുന്നു. അടുത്തതായി സ്വന്തം പ്രാണനോട് ദ്രോഹം ചെയ്യുക, അത് കപടഭക്തി എന്ന ആ അവസ്ഥയാണ്. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഒരു നാളും ഉണർത്താൻ സാധ്യമല്ല. ആകിയാൽ കപടഭക്തി പിടിക്കപ്പെടുന്നെങ്കിൽ അവൻ സ്വന്തം പ്രാണനെതിരെയുള്ള പാപമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമതായി മനുഷ്യന്റെ പാപത്തെ നാം നോക്കുമ്പോൾ, മനുഷ്യന്റെ പാപത്തെ ശിക്ഷ കൊണ്ടും മനുഷ്യന്റെ പാപത്തിന് രണ്ട് മണ്ഡലങ്ങളാണ് കാണപ്പെടുന്നത്. ഒന്നാമത്തെ അവന്റെ പ്രവർത്തന മണ്ഡലമാണ് മനുഷ്യനെ നോക്കി വിധിക്കുന്നത്. ആ പാപത്തിന്റെ പ്രവർത്തന മണ്ഡലത്തെ നിയമം കൊണ്ടും ശിക്ഷ കൊണ്ടും സമൂഹത്തെ ഭയപ്പെട്ടും ഒരു പരിധി വരെ നിയന്ത്രിക്കാം. പോലീസിനെ ഭയപ്പെട്ടിട്ട് പലരും നീതിമാന്മാരായി നടക്കാറുണ്ട്. സമൂഹത്തെ ഭയപ്പെട്ട്, ശിക്ഷാ നിയമങ്ങളെ ഭയപ്പെട്ട് ഒരു പരിധി വരെ നമ്മുടെ പാപത്തിന്റെ പ്രവർത്തന മണ്ഡലം ഒരു മനുഷ്യന് നിയന്ത്രിക്കാം. ഓർത്തുകൊള്ളണമേ, മനുഷ്യന്റെ പാപത്തിന്റെ പ്രവർത്തന മണ്ഡലം ഒരു പരിധി വരെ ശിക്ഷ കൊണ്ടും പ്രമാണം കൊണ്ടും മറ്റൊരുവനെ ഭയപ്പെട്ടുകൊണ്ടും ഒരു പരിധി വരെ നിയന്ത്രിക്കാം. പക്ഷേ പാപത്തിന്റെ രണ്ടാം ഘട്ടം ചിന്താമണ്ഡലമാണ്. ശമൂവേലിനോട് ദൈവം പറയാണ്, ശമൂവേലേ, മനുഷ്യൻ മുഖം നോക്കുന്നു, ഞാനോ മനുഷ്യന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. മനുഷ്യൻ മുഖം നോക്കി വിധിച്ചിട്ട് അവൻ മാന്യനാണെന്നും ഹീനനാണെന്നും വില കൽപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവം നോക്കുന്നത് നമ്മുടെ മുഖമല്ല, നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിന്റെ നിരൂപണം ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലെ പാപത്തെ നിയന്ത്രിക്കുവാൻ ശിക്ഷാ നടപടികൾക്കോ ഒരു പ്രമാണത്തിനോ സാധ്യമല്ല. ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പീൻ, എന്നാൽ ജഡത്തിന്റെ ഇഷ്ടം നിങ്ങളിൽ നിവർത്തിക്കത്തില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് സർവശക്തന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവസന്നിധി വിട്ട് ആർക്ക് ഓടി അകലുവാൻ സാധ്യമല്ല. ദാവീദ് പറഞ്ഞ, യഹോവേ, നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് മനുഷ്യന്റെ കാൽപാദമേൽക്കാത്ത സമുദ്രത്തിന്റെ അറ്റത്ത് പോയാൽ അവിടെ നീയുണ്ട്. ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെയും നീയുണ്ട്. ഞാൻ എവിടെ പോയാൽ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെയും നീയുണ്ട്. ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, ഞാൻ നടക്കുന്നത് നീ അറിയുന്നു. നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആരാലും സാധ്യമല്ല. ആകയാൽ പ്രിയ സ്നേഹിതരെ, നമ്മുടെ ചിന്താമണ്ഡലം നോക്കിയാണ് ദൈവം നമ്മെ വിധിക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തന മണ്ഡലം കണ്ടിട്ട് അവൻ നീതിമാനാണ്, അവൻ വിശുദ്ധനാണ്, അല്ലെങ്കിൽ അവൻ പാപിയാണ്, അവൻ നല്ലവനാണെന്ന് വില കൽപ്പിക്കുമ്പോൾ സർവശക്തൻ അങ്ങനെ ഒരു പദ്ധതിയില്ല. അവൻ പറയുന്നു, ഞാൻ മനുഷ്യന്റെ ഹൃദയത്തെ നോക്കി അവന്റെ പ്രവർത്തിക്കേറ്റവണ്ണം വിധി കൽപ്പിക്കുന്നു. ആകയാൽ പാപം ചിന്താമണ്ഡലത്തിൽ കൂടെയും പ്രവർത്തന മണ്ഡലത്തിൽ കൂടെയും നമ്മെ ആക്രമിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതം സുരക്ഷിതമായ സമാധാനത്തിലെത്തുവാൻ ഒരു കാലത്തും സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പാപം എന്ന ആ പ്രവണതയെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആരും, സംസാരിക്കുന്ന ഞാനോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ആരും തന്നെ പാപം ചെയ്തു പാപിയായവരല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപം ചെയ്ത് പാപിയായി തീർന്ന ആരും തന്നെ ഈ ഹോളിലോ ഇന്ന് ലോകത്തിലോ ഇല്ല. പാപം ചെയ്തു പാപിയായ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ആദിമ മനുഷ്യനായ ആദാമായിരുന്നു. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? നാം പാപത്തിൽ ജനിച്ച് പാപം ചെയ്യുകയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജന്മം പാപത്തിലായിരുന്നു, തുടർന്ന് നമ്മുടെ പ്രവൃത്തിയും പാപത്തിലായിരുന്നു. എന്നാൽ ആദാം അങ്ങനെയായിരുന്നില്ല. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും വന്നു. ആദാം എന്ന ഉറവയിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകിയ സകല നദികളും പാപമായി പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദാം എന്ന ഏക മനുഷ്യനാൽ മനുഷ്യവർഗത്തിലേക്ക് പാപം കയറി, പാപത്തിൽ ജനിച്ചു. ദാവീദ് പറയുന്നില്ലേ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഒരു ശിശുവിന്റെ ജീവിത തുടക്കം തന്നെ പാപത്തിലാണ്. ആകയാൽ പാപം ചെയ്ത പാപികളായി ഇവിടെ ഇരിക്കുന്നവരാരുമില്ല. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ, നിങ്ങളുടെ ജന്മം പാപത്തിലായിരുന്നു. തുടർന്ന് ജീവിതയാത്രയിൽ മനസാക്ഷി
മനസാക്ഷി, ആത്മാവിന്റെ പ്രമാണമായ മനസാക്ഷി ഒരു ദീപം എന്ന വണ്ണം തെളിഞ്ഞു വന്നപ്പോൾ നിങ്ങൾ തെറ്റും ശരിയും ഗ്രഹിക്കുകയും ആകയാൽ ആ മനസാക്ഷിയുടെ മുൻപിൽ ചില കാര്യം പ്രമാണമെന്ന് പാപമെന്ന് നാം ഗ്രഹിക്കുകയും ചെയ്തതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ പാപശക്തി നമ്മിൽ വാഴുന്നിടത്തോളം കാലം ഓർത്തുകൊള്ളണമേ, നമുക്ക് പൂർണ്ണമായൊരു സമാധാനം ലഭിക്കത്തില്ല. ദൈവത്തെ മുൻപിൽ വെച്ചാൽ നിങ്ങളുടെ മനസ്സ് ആനന്ദിക്കും. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ദരിദ്രനായേക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒരു വിധത്തിലും നിവർത്തിയില്ലാത്തവനായേക്കാം. സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനും എല്ലാവരിലും അധമ ദാസനുമായേക്കാം. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൽ വിശ്രമിക്കുന്നുവോ നിങ്ങൾ സമ്പൽ സമൃദ്ധിയുള്ളവരാണ്. നിങ്ങളുടെ മനസ്സാനന്ദിക്കും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിലപ്പെട്ട ആത്മാവുണ്ട്. ഈ ആത്മാവിനെ കമ്പയർ ചെയ്യുവാൻ ഭൂമിയിലൊന്നുമില്ല. പ്രവാചകനായ സഖരിയാവ് തന്റെ ശുശ്രൂഷ വേളയിൽ ഒരിക്കൽ താൻ ഈ ആത്മാവിന്റെ വില പറയുന്നുണ്ട്. ആകാശത്തെ സൃഷ്ടിക്കുകയും ഭൂമിയെ നിർമ്മിക്കുകയും മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ ആക്കുകയും ചെയ്ത ദൈവം. ഓർത്തുകൊള്ളണമേ, ഈ പ്രപഞ്ച സൃഷ്ടിയോളം വില നിങ്ങളുടെ ആത്മാവിനുണ്ട്. ആകാശത്തെ സൃഷ്ടിക്കുകയും ഭൂമിയെ ഉരുവാക്കിയെടുക്കുകയും മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നൽകുകയും ചെയ്തു. ആകയാൽ യേശു പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് അത് മുഴു ലോകത്തെക്കാൾ വിലയുള്ളതാണ്. മുഴു ലോകത്തെക്കാൾ. ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിലും വിലപ്പെട്ട ഒന്ന് ഭൂമിയിലുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മാവ് വളരെ വിലപ്പെട്ടതാണ്. ആത്മാവ് ദൈവത്തിങ്കൽ നിന്ന് വന്നതാണ്. ജ്ഞാനിയായ സൊലോമോൻ ഒരിക്കൽ ഇങ്ങനെ പാടിയല്ലോ, മനുഷ്യൻ ജനിക്കുന്നു, അവൻ ജീവിക്കുന്നു, അവൻ വയോധ്യനാകുന്നു, തലമുടി നാരുകൾ നരയ്ക്കുന്നു, പല്ലുകൾ പൊഴിയുന്നു, അവന്റെ കണ്ണുകൾ കുഴിയുന്നു, ശരീരം അവൻ വളയുന്നു, അവൻ അനവധി മരുന്നുകൾ ഉപയോഗിക്കുന്നു, ഒന്നും ഫലിക്കാതെ വരുന്നു, ഒടുവിൽ അവൻ മരിക്കുന്നു. അവൻ പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് പോയി ചേരുന്നു. അവന്റെ ആത്മാവോ അയച്ച ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുന്നു. ആകയാൽ ഭൂമിയിലെ സകല മനുഷ്യന്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെതാണ്. ഈ ആത്മാവിന്റെ വിലയെന്ന് പറയുന്നത് മുഴു ലോകത്തെക്കാൾ വിലയുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആത്മാവിന് സർവശക്തനൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. അതിനാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും മനസാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. മനസാക്ഷി വളരെ വലിയ വിഷയമാണ്. മനസാക്ഷി നമ്മളിൽ വാഴുന്നിടത്തോളം കാലമേ, നല്ല ശുദ്ധമായൊരു മനസാക്ഷിയോടെ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലമേ നമുക്ക് സമാധാനത്തെ കാത്തു സൂക്ഷിക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപം നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ ഒരു കാലത്ത് നമുക്ക് സമാധാനം കിട്ടത്തില്ല. സമൂഹ മധ്യമൊക്കെ നമുക്ക് സമാധാനമായിട്ടൊക്കെ പോകാം. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വഴിയാത്രയിൽ ഒരു ആളിനെ കണ്ടു. ഞാൻ എന്റെ സമീപത്തിരുന്ന ആളിനോട് ഇങ്ങനെ നിത്യതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അടുത്ത ബർത്തിൽ കിടക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചു, ഞാൻ കൂടെ കേട്ടുകൊള്ളട്ടെ? ഞാൻ പറഞ്ഞു, വന്നാട്ടെ. അദ്ദേഹം എന്റെ സമീപത്ത് വന്നിരുന്നു. താൻ ഒരു ദേവാലയത്തിൽ എല്ലാ ആഴ്ചയും പോയി പ്രസംഗിക്കുന്നവനാണ്. പുരോഹിതനില്ലാത്ത ദിവസം ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം പറഞ്ഞാണ് താൻ എന്നോട് തുടങ്ങിയത്. ഞാൻ നിത്യതയിലെ ദൈവം വിശുദ്ധന്മാർക്ക് ഒരുക്കുന്ന നിവാസത്തെ വേദപുസ്തക അടിസ്ഥാനത്തിൽ സംസാരിച്ച ഉടനെ താൻ എന്റെ വാക്കുകളെ കേട്ട ശേഷം താൻ കരയുവാൻ തുടങ്ങി. താന് ടാറ്റ കമ്പനിയുടെ ഒരു വലിയ ജനറൽ മാനേജരായി ജോലി ചെയ്തിരുന്നു. തന്റെ ജീവിതയാത്രയിലിടയിൽ ഒരു ആക്സിഡന്റിൽ തന്റെ ഭാര്യ മരിച്ചുപോയി. ഒരു മകനുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ബോംബെയിൽ താൻ ഏകനായി താമസിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വെച്ചൊക്കെ ജീവിക്കുകയാണ് എന്നായിരുന്നു തന്റെ അവസ്ഥ. എന്നാൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് പോരുമ്പോൾ താൻ എന്നോട് ഒന്ന് രണ്ട് കാര്യം തുറന്നു പറഞ്ഞു. താൻ എന്നോട് പറയാണ്, പാസ്റ്റർ, എനിക്ക് ഈ പറയപ്പെടുന്ന പോലെ ഒരു സമാധാനമില്ല. രാത്രിയുടെ യാമങ്ങൾ ഞാൻ ഭയപ്പെടുകയാണ്. സമുദ്രമധ്യത്തിൽ മറുകര കാണാൻ കഴിയാത്തൊരു പക്ഷിയെ പോലെ എന്റെ ആത്മാവ് ഭൂമിയിൽ ഉലയുകയാണ്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് യഥാർത്ഥമായി ഒരു സ്വസ്ഥത ലഭിക്കത്തില്ല. താൻ ഒരു ശിശുവിനെ പോലെ ആ ട്രെയിൻ യാത്രക്കിടയിൽ കരയുന്നത് കണ്ടു. കാരണമെന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കൽ വിശ്രമിപ്പാൻ തന്റെ ആത്മാവിന് കഴിയുന്നില്ല. ജന്മനാ ലഭിച്ച പാപം തന്റെ ഹൃദയത്തിൽ വാണുകൊണ്ടേയിരിക്കുകയാണ്. ആകയാൽ പ്രിയ സ്നേഹിതരെ, പാപം ഹൃദയത്തിൽ വാഴുന്നിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരായിരിക്കത്തില്ല. ദൈവം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുവോ, നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കും, നിങ്ങളുടെ മനസ്സ് ആനന്ദിക്കും, നിങ്ങളുടെ ജഡം നിർഭയമായി ഭയം കൂടാതെ ഭൂമിയിൽ ജീവിക്കും. ദൈവത്തെ നീക്കിയിട്ട് നിങ്ങൾ പാപത്തിന് ദാസരായാൽ നിങ്ങളുടെ ആസ്തി ഉരുകിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ദേഹം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കും. ദാവീദ് പറയുന്ന, യഹോവേ, ഞാൻ രാത്രിയിൽ അലറി. ദൈവസിംഹാസനത്തിന്റെ ന്യായവിധി ഓർത്തിട്ട് ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ അലറുന്നു. അതാണ് ഒരു ഭാവിയുടെ അവസ്ഥ. നീ ഭാവിയായി ജീവിക്കുന്നിടത്തോളം കാലം
വ്യക്തമായി ആത്മാവിന് സ്വസ്ഥത ലഭിക്കത്തില്ല. പക്ഷേ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം? ഒരുപക്ഷെ നാളെ മുതൽ നമ്മുടെ ജീവിതം ക്രമീകരിച്ചെന്ന് വരാം. പക്ഷെ ഇന്ന് വരെ ചെയ്തു പോയത് എന്ത് ചെയ്യും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വരെ ചെയ്തു പോയ പാപത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ആ ചോദ്യത്തിന് മുൻപിൽ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. അന്തിമ ന്യായവിധി ഓർത്ത് ആത്മാവ് ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ ചെയ്തുകൂടാത്ത തെറ്റുകളാണെന്നും അവരറിയുന്നു. തൽഫലമായി മരണത്തെ അവർ ഭയപ്പെടുന്നു. ഈ പാപശക്തി നമുക്ക് എങ്ങനെ രക്ഷ നേടാം? എന്താണ് അതിന്റെ പോം വഴി? പുണ്യ സ്ഥലത്ത് പോയാൽ ഒക്കുമോ? ഭാരമുള്ള ഒരു ക്രൂശ് എടുത്ത് മലയാറ്റൂര് വരെ നാം നടുറോഡിൽ കൂടെ ദാഹത്തോടെ ക്ഷീണത്തോടെ നടന്നാൽ നമ്മുടെ പാപം നമ്മെ വിട്ടുപോകുമോ? നമുക്കുള്ളതെല്ലാം വിറ്റ് അന്നദാനം ചെയ്ത് ദരിദ്രനോട് ദയ ചെയ്താൽ പാപം പോകുമോ? ഇല്ല സ്നേഹിതരെ, പാപത്തിന്റെ തുടക്കം നിങ്ങളുടെ ജന്മനാൽ ലഭിച്ചതാണ്. ഈ പാപം നിങ്ങളെ വിട്ടു പോകണമെങ്കിൽ മരണത്താൽ മാത്രമേ നീങ്ങിപ്പോകൂ. കർത്താവായ യേശു ചില കാര്യങ്ങൾ പ്രസംഗിക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 5 തുടങ്ങി 9 വരെയുള്ള തന്റെ ഗിരിപ്രഭാഷണം. യഹൂദന്മാർ തനിക്ക് ചുറ്റും വന്നു. അവർ ഭക്തരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവരെ നോക്കി യേശു പ്രസംഗം ആരംഭിച്ചു. യേശു പറയുകയാണ്, മോശ നിങ്ങളോട് എന്തു പറഞ്ഞിരിക്കുന്നു? അത് കർത്താവേ ഇന്നതുപോലെ. ഞാനോ നിങ്ങളോട് പറയുന്നു, മോഹത്തോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളോട് ഹൃദയം കൊണ്ട് പാപം ചെയ്തു. ആകാശവും ഭൂമി നീങ്ങിയാലും നീക്കപ്പെടാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, മോഹത്തോടെ നോക്കിയാൽ ഹൃദയം കൊണ്ട് പാപം ചെയ്തു. പകച്ച ഹൃദയത്തോടെ അവർ കൈമലർത്തി. ദൈവമേ, ഭൂമിയിൽ ഒരു മനുഷ്യൻ അത് സാധ്യമാണോ? വസ്ത്രത്തിന് പിടിക്കുന്നവന് പുതപ്പൂടെ കൊടുക്കുവീൻ, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കുവീൻ. അരനാഴിക ദൂരം നടക്കാൻ നിങ്ങളെ വിളിക്കുന്നെങ്കിൽ അവനോടുകൂടെ 1 നാഴിക ദൂരം നടപ്പാൻ നിങ്ങൾ പോകുവീൻ. ആ വാക്ക് കേട്ടിട്ട് പുരുഷാര് ഞെട്ടിവറച്ചു. അത് സാധ്യമാണോ? അങ്ങനെ ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാമോ? ഇല്ല പ്രിയമുള്ളവരെ, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച ഒരുവന് ആ പറയപ്പെടുന്ന പോലെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ അടുത്തൊരു ചോദ്യം, യേശുവിനെ കൊണ്ട് കഴിയുമോ? അതെ, യേശുവിനെ കൊണ്ട് കഴിയും. നിങ്ങൾ ആരും ലജ്ജ കൂടാതെ ഭയം കൂടാതെ ഒരുപോലെ പ്രഖ്യാപിക്കും, നസ്രേനായ യേശുവിനെ കൊണ്ട് താൻ പ്രസംഗിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമെന്നല്ലേ? നിങ്ങളാൽ അസാധ്യവും നിങ്ങളുടെ യേശുവിനാൽ സാധ്യവുമാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തു ചെയ്യണം? നിങ്ങൾ മരിക്കുകയും പകരം യേശു നിങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യേശു പറഞ്ഞതുപോലെ ജീവിക്കാം. ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം അതാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു എനിക്ക് പകരം പാപം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അവൻ ക്രൂശിൽ മരിച്ച ശേഷം അവന്റെ ശവശരീരം ഇത് അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തു വന്നു. യേശു എനിക്ക് പകരം 2 ഭാഗത്ത് നിൽക്കുകയാണ്. ഒന്നേ, എനിക്ക് പകരം മരിച്ചത് യേശുവാണ്. 2, എനിക്ക് പകരം ജീവിക്കുന്നത് യേശുവാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ യേശു നമ്മിൽ ജീവിക്കുന്നെങ്കിൽ യേശു പറഞ്ഞതുപോലെ ജീവിക്കാം. ആ കാര്യം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. കർത്താവായ യേശു മനുഷ്യന് അസാധ്യമായ ഒരു കാര്യം പറയുകയല്ല, അത് സാധ്യമാക്കി തീർക്കാൻ മനുഷ്യനാൽ കഴിയത്തില്ലെന്ന് കണ്ടാറേ നമുക്ക് വേണ്ടി പകരം കർത്താവായ യേശു കാൽവറിയിൽ മരിച്ചു. പാപമറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, അവന്റെ വായിൽ അവൻ വഞ്ചനയില്ലാത്തവൻ, അവനൊരു പാപിയെ പോലെ താൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് പകരം അവൻ കാൽവറിയിൽ മരിച്ചു. അവൻ മരിക്കുക മാത്രവുമല്ല, അവനെ അനുഗമിച്ച ഒരു ദൈവ പൈതലിന് ഭൂമിയിൽ ഒരു ജയജീവിതം കൊടുക്കുവാൻ, ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം കൊടുക്കുവാൻ അവൻ മരണം വിട്ടുയർത്തു വന്നു. പത്മോസിൽ കിടക്കുന്ന യോഹന്നാനോട് അവൻ പറയുന്നു, യോഹന്നാനേ, ഞാൻ മരിച്ചവനാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ ജീവിക്കുന്ന കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നാം മരിക്കുകയും നമ്മളിൽ യേശു ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യേശു പറഞ്ഞ വാക്ക് ഭൂമിയിൽ അതുപോലെ പാലിക്കാം. യേശു നമ്മളിൽ ജീവിക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു നാളും സാധ്യമല്ല. സ്വന്തം പ്രയത്നം കൊണ്ട് വിശുദ്ധ ജീവിതം ചെയ്യാൻ, അല്ലെ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ തുനിയുന്നവനും ഇന്ധനമില്ലാത്ത വാഹനം തള്ളുന്നത് ഒരുപോലെയാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ, നിങ്ങളുടെ മാരുതി കാറിന്റെ പെട്രോൾ തീർന്നു പോയാൽ നിങ്ങൾക്ക് യാത്രാമധ്യേ കുടുംബമായി ഇറങ്ങി അപ്പനും അമ്മയും മക്കളും കൂടെ ചേർന്ന് വേണമെങ്കിൽ കുറെ ദൂരം തള്ളിക്കൊണ്ടു പോകാം. നിങ്ങൾക്കിങ്ങനെ തള്ളി കുറെ ദൂരം നീക്കാം. ഒരു കുത്തനെ ഇറക്കമാണെങ്കിൽ സാഹചര്യം കൊണ്ട് കുറെ ദൂരം പോയെന്ന് വരാം. പക്ഷേ നിങ്ങൾക്കത് തള്ളി പാലക്കാട് വരെ പോകുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല. ഒരു കാലത്തും സാധ്യമല്ല സ്നേഹിതരെ, ഒരു കാലത്തും സാധ്യമല്ല. സാഹചര്യം കൊണ്ടും നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടും കുറച്ചു ദൂരം തള്ളി നീക്കാം. ഓരോ സ്റ്റെപ്പ് വെക്കും തോറും നിങ്ങൾ വിയർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ യേശു നിങ്ങളിൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യ ജീവിതം സുരക്ഷിതമാണ്. ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കാം. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്
ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്ത്യാനിത്വത്തിന്റെ രഹസ്യം ഇതാണ്. കർത്താവായ യേശു നമുക്ക് പകരം മരിക്കുകയും വീണ്ടും ഉയർത്തുവന്ന കർത്താവായ യേശു നമുക്ക് പകരം ജീവിക്കുകയും ചെയ്യുന്നു. ആകയാൽ പാപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാപത്തിൽ പിടിക്കപ്പെട്ടിട്ട് പാപം മുൻപിലിരുന്ന് വ്യാകുലപ്പെടുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ വായിച്ചു കാണുമല്ലോ. ഇതിന് സമീപത്തല്ലായിരുന്നോ നക്സൽ തീവ്രവാദി വർഗീസിനെ വെടിവെച്ച് കൊന്ന സംഭവം? അടുത്ത സമയത്ത് ഞാനത് ആ സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു. നക്സൽ തീവ്രവാദി അദ്ദേഹത്തെ വെടിവെച്ച് ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊന്നുകളഞ്ഞു. ആരും അറിഞ്ഞിട്ടില്ല. അന്ന് തന്റെ മുകളിലുണ്ടായിരുന്ന പോലീസ് ഓഫീസറിന്റെ നിർബന്ധത്താൽ ആരും അറിയാതെ ചെയ്താണ്. വെടിയേറ്റ് മരിച്ച വർഗീസും വെടിവെച്ച പോലീസ് കോൺസ്റ്റബിളും അതിന് കൽപ്പന കൊടുത്ത പോലീസ് ഓഫീസറും അല്ലാതെ ആരും അറിഞ്ഞില്ല. പക്ഷെ ആ മനുഷ്യൻ മലയാള മനോരമയിൽ എഴുതിയ രംഗം നിങ്ങൾ വായിച്ചോ? വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങുന്നില്ല, കടുങ്കാപ്പി കുടിച്ചും ചെറിയ ബീഡി വലിച്ചും എന്റെ യാമങ്ങളെ തള്ളി നീക്കിയാണ്. കാരണം എന്റെ അകൃത്യം എന്റെ മുൻപിൽ ഇരിക്കുന്നു, എന്റെ പാപത്തെ ഞാൻ അറിയുന്നു. ഭാരമുള്ള ചുമട് പോലെ ഞാൻ അത് ചുമക്കുന്നു. ഒരുപക്ഷെ സമൂഹം അറിയുന്നില്ലായേക്കാം, മറ്റുള്ളവർ ആ സത്യം അറിഞ്ഞിട്ടില്ലായേക്കാം. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റം വിധിച്ചിട്ട് രാത്രിയുടെ യാമങ്ങൾ അലറി ആത്മാവ് വിളിച്ചുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ഏകാന്തതയുടെ അവസ്ഥയിലിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, പാപം മോചിക്കപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. അത് യേശുവിന്റെ മാർഗമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തനിക്ക് ഗത്യന്തരമില്ലാഞ്ഞ് മാനസിക സമാധാനം നഷ്ടപ്പെട്ടിട്ട് താൻ പോയി പോലീസുകാരോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. ഇന്നും അത് കോടതിയിൽ കേസായി കിടക്കുന്നു. താൻ അതിനുശേഷം അടുത്ത പേപ്പറിൽ എഴുതിയല്ലോ, ഈ കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി എന്റെ മനസ്സ് ഫ്രീ ആയി. യോഗ്യമായൊരു ശിക്ഷ കോടതി എനിക്ക് തന്നാട്ടെ, കാര്യം ഞാൻ അതിൽ തെറ്റുകാരനാണ്. മനസാക്ഷിയെ വിട്ടിട്ട് ഒരു മനുഷ്യന് രക്ഷ നേടാൻ ഒരു കാലത്തും സാധ്യമല്ല. മനുഷ്യ മുൻപാകെ നിങ്ങൾക്ക് മാന്യരായി അല്ലെങ്കിൽ ഭക്തരായിട്ടൊക്കെ ജീവിക്കാം. നിങ്ങളുടെ ആത്മാവിന്റെ പ്രമാണമായ മനസാക്ഷി പറയുന്നുണ്ട്, ദൈവം ഹൃദയത്തെ നോക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയായിരിക്കും? ദൈവത്തെ മുൻപിൽ വെച്ചൊരു സ്റ്റെപ്പ് യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിശുദ്ധമായിരിക്കും, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ സന്തോഷിച്ചിരിക്കും, നിങ്ങളുടെ ആത്മാവ് എപ്പോഴും ദൈവത്തിങ്കൽ പോയി ചേരാൻ ആഗ്രഹിക്കും. ഒരിക്കൽ അവൻ ഇങ്ങനെ പാടി, പ്രാവിനുള്ളതുപോലെ രണ്ട് ചിറകുണ്ടെങ്കിൽ ദൈവമേ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. മറ്റൊരു ഭക്തൻ പാടി, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻപേട മരുഭൂമിയിൽ ജീവജലം തേടി ഓടും പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ഉള്ളിൽ മുഴു ലോകത്തെക്കാൾ വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ പ്രമാണത്തിന് മുൻപിൽ പാപത്തിന്റെ തെറ്റ് ഗ്രഹിച്ചിട്ട് വ്യാകുലപ്പെടുന്നുവോ? രക്ഷയ്ക്ക് എന്താണ് വഴി? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? ഞാൻ പറഞ്ഞല്ലോ, നാളെ മുതൽ ഒരു പക്ഷേ ജീവിതം നമുക്ക് ക്രമീകരിക്കാം. പക്ഷെ ഇതുവരെ ചെയ്തു പോയത് എന്ത് ചെയ്യും? മനുഷ്യന്റെ പാപാവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പാപം മനുഷ്യനിൽ കുടിയേറിയതോടുകൂടെ 3 ഭാഗമായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ചെയ്തു പോയ പാപം, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപം. ആ പാപം വളരെ വലുതാണ്. രണ്ടാമതായി, പാപം എന്ന ഒരു മൂലതത്വം നമ്മളിലുണ്ട്. രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ശേഷം ഒരു പാപവും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ? ആരും തന്നെ ഇല്ലല്ലേ? കാര്യം പാപം എന്നൊരു മൂലതത്വം ജന്മനാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയാ, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനോ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. ആകയാൽ എന്റെ ജഡത്തിൽ നന്മയില്ലെന്നും എന്റെ ജഡത്തിൽ പാപം വാഴുന്നെന്നും ഞാൻ അറിയുന്നു. ഒരു കാലത്ത് ഞാൻ പ്രമാണമില്ലാത്തവനായിരുന്നു, അന്ന് ഞാൻ പാപത്തെ അറിഞ്ഞിരുന്നില്ല. പ്രമാണം വന്നപ്പോഴോ ഞാൻ മരിക്കുകയും പാപം ജീവിക്കുകയും ചെയ്തു. ആകയാൽ പ്രിയ സ്നേഹിതരെ, നാം ചെയ്തു പോയ പാപം, ആ പാപത്തിൽ നിന്ന് രക്ഷ നേടണം. എന്താണ് അതിന് വഴി എന്നറിയാമോ? യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. എത്ര അധമഭാവിയായ, എത്ര വലിയ ദുഷ്ടനായാലും, എത്ര വലിയ നീചനായാലും, സമൂഹത്തിൽ എത്ര ചീഞ്ഞു നാറിയ ഒരു പാപിയായാലും, യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ സകല അനീതിയും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. വായിച്ചാട്ടെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അടുത്തത്, സത്യം നമ്മിൽ ഇല്ലാതെയായി. സത്യം നമ്മളിൽ ഇല്ലാതെ പോകുന്നു. അടുത്തത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്. മക്കളെ ശ്രദ്ധിച്ചോളണമേ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്, നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. എങ്ങനെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം? ആ ചോദ്യത്തിന്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അതിനുവേണ്ടി കഠിന അധ്വാനം നാം ചെയ്യുന്നുണ്ടായിരിക്കാം. പുണ്യ സ്ഥലങ്ങളിൽ പോയി ആശ്വാസം നേടാൻ ഇച്ഛിക്കുന്നുണ്ടായിരിക്കാം. സമൂഹമധ്യേ നിങ്ങൾ ഒരു സന്തോഷ ഉല്ലാസകരമായ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. പക്ഷെ ഏകാന്തത വരുമ്പോൾ അത് ചിന്തിക്കാറുണ്ട്. മരണ വീടുകളിൽ പോയി ശവപ്പെട്ടിക്കുള്ളിൽ ശവം കിടക്കുന്ന കാണുമ്പോൾ എന്റെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞു, വിവാഹ വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപഭവനത്തിൽ പോകുന്നതാണ്. അതാണ് സകല മനുഷ്യന്റെ അവസാനം. ഏത് നീചനും ഏത് ദുഷ്ടനും ഈ രംഗം കാണുമ്പോൾ ഓർക്ക്, ഒരു ദിവസം ഞാനും ഇതുപോലെ ആയിത്തീരുമല്ലോ. ആയതുകൊണ്ട് ദിവസങ്ങളെ എണ്ണി ജീവിക്കുന്നവൻ തന്നെയാണ് മാന്യൻ. മഹാനായ ജൂലിയർ ഭൂമിയെ വാഴും കാലത്ത് തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭരണം നടത്തുന്ന ആ ഓഫീസിലേക്ക് പോകുമ്പോൾ തന്റെ ആ പൂന്തോട്ടത്തിൽ ഒരുവനെ ആക്കി വെച്ചിരുന്നു. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം രാവിലെ തന്റെ ഓഫീസിലേക്ക് കൊട്ടാരത്തിലേക്ക് പോകുന്ന ഉടനെ ഈ മനുഷ്യൻ, ഈ ദാസൻ വന്നു വണങ്ങും. എന്നിട്ട് ഒരു വാക്ക് പറയും, യജമാനനെ നീ മരണത്തോടെ ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു വാക്ക് പറയും, യജമാനനെ നീ മരണത്തോടെ ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു. എല്ലാ ദിവസവും അവൻ അത് കേൾക്കുമായിരുന്നു. രാവിലെ അവൻ തന്റെ ഭരണം സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ പോകുമ്പോൾ ആദ്യം കേട്ടിരുന്ന ശബ്ദം, യജമാനനെ നീ മരണത്തോട് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ജീവിതയാത്ര വളരെ ക്ഷണഭങ്കുരമാണ്. അത് ഭൂമിന്റെ പുല്ലുപോലെ കൊഴിഞ്ഞു പോകുന്നതാണ്. കടലിന്റെ തിര പോലെ അടിച്ച് തീരത്ത് വന്ന് തീരുന്നതാണ്. വഴിയാത്ര പോലെയും ഭൂമിയിൽ ഒഴിച്ചു കളയുന്ന വെള്ളം പോലെയുമാണ്. ഓർത്തു നോക്കൂ, നിങ്ങളുടെ ജീവിത യാത്ര എങ്ങോട്ടാണ്? പാപത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വാഴുന്നുവോ? ആത്മാവിന് സ്വസ്ഥത കിട്ടത്തില്ല. അവൻ പറയുന്നു, എന്റെ ജഡം ക്ഷയിച്ചു, എന്റെ അസ്ഥികൾ ഉരുകി, ഞാൻ അർദ്ധരാത്രിയിൽ നിലവിളിച്ചു, ദൈവമേ നിന്റെ നീരസത്താൽ എന്റെ ആത്മാവ് ഞരങ്ങുന്നു. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം? ബൈബിൾ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഒരു കാലത്ത് അധർമ്മികളും പാപികളും ദോഷികളുമായി ജീവിച്ച ഞങ്ങളെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവിന്റെ രക്തമാണ്. ഈ ജീവിതം നൽകിയത് അത് യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ കരങ്ങളെ ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞോട്ട്. യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നാം എന്ത് ചെയ്യണം? ഒന്നേ, കർത്താവായ യേശുവിന്റെ കാൽവറിയെ നോക്കി എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചെന്നും എന്റെ ഭൂമിയിലെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അങ്ങ് മരണം വിട്ടുയർത്തുവെന്നും വിശ്വസിക്കണം. നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുപറയണം. അപ്പോൾ നമുക്കൊരു ചിന്താമണ്ഡലം ഉണ്ടാകും. പാപം മനുഷ്യനോട് ഏറ്റുപറയണമോ? പാപം ഒരു മനുഷ്യൻ മറ്റൊരുവനോട് ഏറ്റുപറയണോ? ഇല്ല. തിരുവെഴുത്ത് ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കി. അസ്ഥിരനും മരണത്തിന് അധീനനുമായ മനുഷ്യൻ ഒരിക്കലും സ്ഥിരതയുള്ളവനല്ലായകിയാൽ അവനോട് പാപം ഏറ്റുപറയാൻ സാധ്യമല്ല. നിങ്ങൾ അവരോട് പാപം ഏറ്റുപറഞ്ഞാൽ രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ആ പാപത്തെക്കുറിച്ച് കേൾക്കുന്ന ദിനം തുടങ്ങി ഇതാ ഒരു കരം നിങ്ങളുടെ മേൽ, അവരുടെ ഒരു കരം നിങ്ങളുടെ മേൽ സ്വാധീനം ഉണ്ടായിരിക്കും. രണ്ട്, പാപത്തെക്കുറിച്ച് കേട്ടവൻ അസ്ഥിരനാകിയാൽ ആ നിമിഷം തുടങ്ങി പാപത്തിന്റെ ശക്തി അവന്റെ മനസ്സിൽ ആക്രമിച്ചിട്ട് അവനും പാപത്തിന് അധീനപ്പെട്ടു പോകും. ആകയാൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, നിങ്ങൾ അതിൽ ഉറച്ചു നിൽപ്പീൻ. വീണ്ടും നിങ്ങൾ ഒരു നാളും അടിമാനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ രക്തം നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയും. ആ പാപത്തെ കഴുകപ്പെട്ടതോടുകൂടെ നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതുകയും നമ്മുടെ ആത്മാവ് ഉറപ്പുള്ള പാറയുടെ വിള്ളലിൽ വിശ്രമിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തീരുന്നില്ല. രണ്ടാമത്, പാപം എന്നൊരു മൂലതത്വമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദാം എന്ന മനുഷ്യനിൽ നിന്ന് അവന്റെ രക്തച്ചാലിൽ നിന്ന് ഒഴുകി വന്ന സകല മനുഷ്യവർഗവും ഭാവികളാകിയാൽ പാപം എന്നൊരു മൂലതത്വം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പൗലോസ് പറയാണ്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനോ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? പാപം എന്ന മൂലതത്വം ജന്മനാ ലഭിച്ചതാണെങ്കിൽ
അത് മരണത്താലേ നീങ്ങിപ്പോകത്തുള്ളൂ. യേശുവിന്റെ രക്തം കഴിഞ്ഞകാല പാവങ്ങളെ കഴുകി നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരുന്നെങ്കിൽ, രണ്ടാമതായി ഇനി യേശുവിന്റെ ഒരു ക്രൂശ് ഉണ്ട്. വിശുദ്ധ പൗലോസ് പറയാണ്, ഇനിയും നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനോടുകൂടെ ക്രൂശിക്കുക. ഞാൻ ക്രൂശിക്കപ്പെട്ടവനെന്നും ജീവിക്കുന്നത് കർത്താവെന്നും അവൻ വിശ്വസിച്ച് ദിനംതോറും എണ്ണിക്കൊള്ളട്ടെ. അവൻ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പഴയ മനുഷ്യനെ കർത്താവിനോടുകൂടെ ക്രൂശിക്കണം. യേശുവിന്റെ രക്തം പാപത്തെ കഴുകുമ്പോൾ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയെ യേശുവിന്റെ ക്രൂശ് കൈകാര്യം ചെയ്യും. അത് മാത്രമല്ല, ഇനി മൂന്നാമത് പാപത്തിന്റെ ഒരു പ്രമാണമുണ്ട്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ ഇച്ഛിക്കാത്ത തിന്മയെ ഉളവാക്കുന്ന ഒരു പ്രമാണമുണ്ട്. എന്റെ ബുദ്ധിയോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു. ആ പ്രമാണം എന്നിലുള്ള പാപപ്രമാണത്താൽ എന്നെ ബന്ധിതനാക്കുന്നു. നമ്മുടെ കണ്ണിന് ഒരു പ്രമാണമുണ്ട്, അത് കാണുക എന്നുള്ളതാണ്. നമ്മുടെ ത്വക്കിന് ഒരു പ്രമാണമുണ്ട്, അത് സ്പർശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വായ്ക്ക് ഒരു പ്രമാണമുണ്ട്, സംസാരിക്കുക, ഭക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാതിനൊരു പ്രമാണമുണ്ട്, അത് കേൾക്കുക എന്നുള്ളതാണ്. അത് സർവശക്തൻ ദൈവ സൃഷ്ടിങ്കൽ തന്നെ ആരംഭത്തിലെ നിയമിച്ച പ്രമാണമാണ്. കാതിനൊരിക്കലും കാണണമെന്നില്ല, കണ്ണിനൊരിക്കലും കേൾക്കണമെന്നില്ല. ശലോമോൻ പറയാ, കണ്ണെത്ര കണ്ടിട്ടും തൃപ്തിപ്പെടുന്നില്ല, കാതെത്ര കേട്ടിട്ടും തൃപ്തി വരുന്നില്ല, കാലെത്ര യാത്ര ചെയ്തിട്ടും കൊതി തീരുന്നില്ല, ത്വക്ക് എത്ര സ്പർശിച്ചിട്ടും അവന്റെ ആവേശം തീരുന്നില്ല. ഇങ്ങനെ ഒരു പ്രമാണം മനുഷ്യ ശരീരത്തിലുണ്ട്. ദൈവ സൃഷ്ടിയിൽ അങ്ങനെ ഒരു പ്രമാണം ഇരിക്കവേ പാപം മനുഷ്യനിൽ കുടിയേറിയപ്പോൾ ഇപ്പോൾ പാപത്തിന്റെ ഒരു പ്രമാണം ശരീരത്തിന്റെ അവയവത്തിലേക്ക് വന്നു. വിശുദ്ധ പൗലോസ് പറയുക, എന്റെ അവയവത്തിലുള്ള പ്രമാണവും പാപപ്രമാണവും കൂടെ ചേർന്ന് എന്നെ ബന്ധിതനാക്കി. അയ്യോ, ആരെന്നെ വിടുവിക്കും? ഒന്നാമത് ചെയ്തു പോയ പാപം, അതിനെ യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളയണം. രണ്ട്, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പഴയ മനുഷ്യൻ എന്ന പാപം എന്ന മൂലതത്വത്തെ യേശുവിനോടുകൂടെ നിങ്ങൾ ക്രൂശിക്കണം. മൂന്നാമതായി നിങ്ങളുടെ അവയവങ്ങളിലുള്ള പാപപ്രമാണം, ആ പാപപ്രമാണം ദിനംതോറും നിങ്ങളെ ബന്ധിതരാക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ അവസാന ഖണ്ഡികയിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, എന്റെ അവയവത്തിൽ ഒരു പ്രമാണമുണ്ട്, എന്റെ ബുദ്ധിയോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു. ആ പ്രമാണം എന്റെ അവയവത്തിലുള്ള പാപപ്രമാണത്താൽ എന്നെ ബന്ധിതനാക്കുന്നു. ആകയാൽ ചെയ്തു പോയ പാപം, രണ്ട്, പാപം എന്ന മൂലതത്വം, മൂന്നാമത് പാപത്തിന്റെ പ്രമാണം. ഇതിങ്ങനെ കയ്യിലും കണ്ണിലും കാതിലും ഒക്കെ ഉണ്ട്. സർവശക്തനായ ദൈവം കണ്ണിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മഹിമ കാണാനാണ്. പക്ഷേ ഈ കണ്ണിൽ പാപം കാണാൻ ഒരു ആഗ്രഹമുണ്ട്. സർവശക്തനായ ദൈവം കരങ്ങളെ സൃഷ്ടിച്ചത് നമ്മുടെ ജീവിതയാത്രയിൽ പ്രവർത്തിക്കാനാണ്. പക്ഷേ നമ്മുടെ കരങ്ങളിൽ കൽപ്പന ലംഘനമായ പാപം ചെയ്യാൻ ഒരു ശക്തിയുണ്ട്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇതാണ് പാപപ്രമാണം. ഇതിന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം? ഇതൊരു പ്രധാന കാര്യമാണല്ലോ. ഒരു പാപിയായ എനിക്കെങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാം? ഈ ചോദ്യത്തിന് വിശുദ്ധ പൗലോസ് പറയാണ്, യേശുവിന്റെ ജീവന്റെ പ്രമാണം എന്നെ പാപപ്രമാണത്തിൽ നിന്ന് വിടുതൽ നൽകി. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ഫസ്റ്റ് വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. പാപപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷ നേടാം? യേശുവിൽ കൂടെ, യേശുവിന്റെ ജീവനിൽ കൂടെ, യേശുവിന്റെ ആത്മാവിൽ കൂടെ ഒരുവന് പാപപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. ചെയ്തുപോയ പാപത്തെ യേശുവിനെ നോക്കി നിലവിളിക്കുമ്പോൾ കാൽവറിയിൽ നിന്ന് ഒഴുകി തുടർന്ന രക്തം നമ്മുടെ ഹൃദയങ്ങളെ കഴുകുന്നു. രണ്ട്, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയെ കർത്താവായ യേശുവിനോടുകൂടെ ക്രൂശിക്കുമ്പോൾ നാം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. മൂന്നാമത്, പാപപ്രമാണത്താൽ ബന്ധിതമായ നമ്മുടെ അവയവങ്ങളെ യേശുവിന്റെ ജീവനാൽ നാം സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നു. പ്രമാണം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ കാണപ്പെടുന്ന എന്തുണ്ടോ അതാണ് പ്രമാണം. ഉദാഹരണമായി ഭൂമിയുടെ ഗുരുത്വാകർഷണം. ആ ഗുരുത്വാകർഷണം ഒരു നിയമമാണ്. ഏതൊരു വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴോട്ട് വരും. സർ ഐസക് ന്യൂട്ടൻ എന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത്. ഏത് സാധനം ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് വരും. എന്നാൽ നിശ്ചിതമായ സമയത്തിനുള്ളിൽ ഒരു പരിധിയിലധികം വേഗതയിൽ ഒരു വസ്തുവിനെ എറിഞ്ഞാൽ ഭൂമിക്ക് ആകർഷിക്കാൻ ഒക്കത്തില്ല.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൂമിയുടെ ആകർഷണ നിയമം ലോകത്തിലെല്ലായിടത്തും ഒരുപോലെ. അമേരിക്കയിൽ ചെന്നാലും മുകളിലേക്ക് എറിയുന്ന തേങ്ങ താഴോട്ട് വരും. ആഫ്രിക്കയിൽ പോയാലും മുകളിലേക്ക് എറിഞ്ഞ തേങ്ങ താഴോട്ട് വരും. അറ്റ്ലാന്റിക്കിന്റെ നടുവിൽ പോയാലും അങ്ങനെ തന്നെ, പസഫിക്കിന്റെ നടുവിൽ പോയാലും അങ്ങനെ തന്നെ, സിലോണിൽ ചെന്നാലും അവിടെയും അങ്ങനെ തന്നെ. ഭൂമിയുടെ എല്ലാ ദിക്കിലും ഒരുപോലെ കാണപ്പെടുന്ന പ്രമാണമാകിയാൽ അതിന് ഗുരുത്വാകർഷണ നിയമം, ഭൂമിയുടെ പ്രമാണം, ആകർഷണ നിയമം എന്നതിനെ വില കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ചോദിക്കട്ടെ, എല്ലാറ്റിനെയും താഴേക്ക് വലിക്കുന്നല്ലോ, പക്ഷേ റോക്കറ്റുകളും സാറ്റലൈറ്റുകളും എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്? റോക്കറ്റ് ഇങ്ങനെ തുമ്പയിൽ നിന്ന് റോക്കറ്റ് വിടുമ്പോൾ നാം പോയി നോക്കിയാൽ അതിങ്ങനെ മുകളിലേക്ക് ഷൂ എന്ന് പറഞ്ഞു പോകുന്ന കാണാം. അപ്പൊ നമ്മൾ ഭൂമിയോട് ചോദിക്കുക, ഭൂമിയെ നീ ഞാൻ തേങ്ങ വലിച്ചെറിഞ്ഞപ്പോൾ നീ അത് താഴോട്ട് വലിച്ചല്ലോ, തുമ്പയിൽ നിന്ന് റോക്കറ്റ് പൊങ്ങിട്ട് നീ എന്താ താഴോട്ട് വലിക്കാത്തത്? അപ്പൊ ഭൂമി പറയാം, എന്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ ആകുന്നിടത്തോളം വലിച്ചു നോക്കി, പക്ഷെ അവൻ താഴോട്ട് വരുന്നില്ല. എന്തെന്ന് ചോദിച്ചാൽ എന്റെ ആകർഷണ ശക്തിയെ അതിജീവിക്കുവാൻ ശക്തിയേറിയ ഇന്ധനം അവന്റെ ഉള്ളിൽ കത്തുന്നു. കത്തുന്ന ഇന്ധനത്തെ നിയന്ത്രിക്കുവാൻ ശക്തമായൊരു പ്രമാണം അവനിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൽ കത്തുന്ന ഇന്ധനത്താലും അതിനെ നിയന്ത്രിക്കുന്ന പ്രമാണത്താലുമാണ് ഭൂമിയുടെ ആകർഷണ വലയത്തെ വിട്ട് അത് മുകളിലേക്ക് പോകുന്നത്. പ്രിയമുള്ളവരെ, ഭൂമിയിൽ പാപത്തെ കൂടാതെ ഒരുവനും ജീവിക്കാം. എന്തു വേണം? ഒന്നേ, അവനിൽ ഉണ്ടായിരിക്കേണ്ട ജീവൻ യേശുവിന്റെ ജീവനായിരിക്കണം. രണ്ടേ, അവന്റെ അവയവത്തിൽ ഉണ്ടായിരിക്കേണ്ടത് കൃപയുടെ പ്രമാണമാണ്. കൃപയുടെ പ്രമാണവും യേശുവിന്റെ ജീവനും കൂടി ഇരിക്കുന്നെങ്കിൽ പാപം നിങ്ങളെ ആകർഷിച്ച പാപത്തിന് പിടികിട്ടത്തില്ല. റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഭൂമി ആകർഷിക്കുന്നു, നടക്കുന്നില്ല. ഉദാഹരണമായി നാം പരുന്ത് പറക്കുന്ന കണ്ടിട്ടുണ്ടോ? സമുദ്ര തീരങ്ങളിൽ പോയാൽ പരുന്ത് പറക്കും. ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ യാത്രക്കിടയിൽ കാണാറുണ്ട്. കൊല്ലത്തിനടുത്ത് ബോട്ടുകൾ അടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകൻ പറന്ന് നടക്കുന്ന കാണാം. രാവിലെ മുതൽ വൈകുന്നവരെ അവന് ഒരു റെസ്റ്റും ഇല്ല. അവൻ ഇരിക്കുകയും വേണ്ട, ചായ കുടിക്കുകയും വേണ്ട, പേപ്പർ വായിക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട. അവനിങ്ങനെ, ഞാൻ പലപ്പോഴും കാറ് നിർത്തി കാണാറുണ്ട്. എത്ര സുന്ദരമായ കാര്യമാണ്. അവനിങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ അവിടെ ചോദിക്കുക, ഭൂമിയെ നീയെ ആ പരുന്തിനെ വലിച്ചു താഴോട്ടിടാമോ? അപ്പൊ ഭൂമി പറയും, പാസ്റ്റേ എനിക്ക് വലിച്ചിടണമെന്നുണ്ട്, പക്ഷേ നടക്കത്തില്ല. കാരണം അതിന്റെ ഉള്ളിൽ ജീവനുണ്ട്. രണ്ടേ, അതിന്റെ ചിറകിലൊരു പ്രമാണമുണ്ട്. അതിന്റെ ജീവനും അതിന്റെ പ്രമാണം ഉള്ളിടത്തോളം കാലം ഒരു കാലത്തും അതിനെ താഴേക്ക് വലിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇലക്ട്രിസിറ്റിയുടെ 11 kV ലൈൻ അതേ പോയിട്ടുണ്ട്. കളിച്ച് അതേ കയറി ഒന്ന് മുട്ടാങ്കിൽ ഇവന്റെ കാറ്റങ്ങ് പോകും. ഇവൻ ഉരുണ്ട് ഉണങ്ങിയ തേങ്ങ വീഴുന്ന പോലെ വീഴും. അവന്റെ ജീവൻ പോകുമ്പോൾ പ്രമാണവും പോകും. അവൻ ഭൂമിയിൽ നിലം പതിച്ചു പോകും. ആകയാൽ പാപപ്രമാണത്തെ ഒരു മനുഷ്യനെ അതിജീവിച്ച് മുൻപോട്ട് പോകാം. പാപത്തിൽ നിന്ന് അവൻ രക്ഷ നേടിയാൽ അവന്റെ ആത്മാവ് സന്തോഷിക്കുകയും അവന്റെ ഹൃദയം ആനന്ദിക്കുകയും അവന്റെ ജഡം നിർഭയമായി വസിക്കുകയും ചെയ്യും. ഞാൻ എന്റെ ദൈവത്തെ മുൻപിൽ വെച്ചിരിക്കൊണ്ട് എന്റെ മനസ്സ് ആനന്ദിച്ച് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ ജഡം നിർഭയമായി വസിക്കും. ലോകം തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും ഭക്തന്മാർക്ക് ദുഃഖമില്ല. കാരണം അവരുടെ ആത്മാവ് ദൈവത്തിൽ വിശ്രമിക്കുകയാണ്. ആകയാൽ പ്രിയ സ്നേഹിതരെ, പാപം നമ്മുടെ മേൽ വാഴുന്നിടത്തോളം കാലം നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. ഓർത്തുകൊള്ളണമേ, അത് രാവും പകലും നമ്മളെ ആക്രമിച്ചിട്ട് മനസാക്ഷി കുത്തിയിട്ട് എത്രയോ പേർ കഠിനമായി ദുഃഖം അനുഭവിച്ച് നിരാശപ്പെടുന്നവരുണ്ട്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പണം ചെലവഴിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ സമയങ്ങളെ പാഴാക്കേണ്ട. കർത്താവായ യേശുവേ, ഞാൻ പാപിയായിരിക്കവേ അങ്ങ് എന്റെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന് അങ്ങ് മരണം വിട്ടുയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണ്. മനസാക്ഷി ഓർമ്മപ്പെടുത്തുന്ന പാവങ്ങൾ ഏറ്റുപറയാമോ? നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകും. ചിലർക്ക് പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന് ആഗ്രഹമുണ്ട്. ചിലരിങ്ങനെ മദ്യപിച്ച് അവന്റെ കരളും ചങ്കും എല്ലാം കൂടെ പോകുമ്പോൾ ഡോക്ടർമാരെ കാണാൻ പോകും. ഡോക്ടർമാർ എഴുതി വെക്കും, ഈ പോക്ക് പോയാൽ 30 ദിവസത്തിനുള്ളിൽ അവൻ തീരും. അപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കുടിക്കാതിരിക്കും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ ഇങ്ങനെ ചാരായം അടിക്കാതെ കഷ്ടപ്പെട്ട് അല്ലേ, ആ സമയമാകുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ മുട്ടായി വായിലിട്ട് ചവച്ച് അല്ലെങ്കിൽ ഏലക്ക വായിലിട്ട് തിന്ന് ഇങ്ങനെ ആശ്വസിച്ച് ഇന്ധനമില്ലാത്ത വാഹനം തള്ളുന്ന പോലെ അവൻ നിൽക്കുകയാണ്. 30 ദിവസം വരെ അവൻ നോക്കിയിരിക്കും. 31ാമത്തെ ദിവസം ഈ 30 ദിവസത്തെയും കൂടെ കടം തീർത്ത് ഒറ്റയടിയും കടിക്കും. അവന് രക്ഷപ്പെടണം ആഗ്രഹമുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞാണ്, എന്റെ പാസ്റ്റർ, ഞാൻ ഇങ്ങനെ അമൃതേല ഡോക്ടർ രാമേന്ദ്രൻ പറഞ്ഞു ഈ പോക്ക് പോയ ചത്തുപോകുന്നു. ഭാര്യയും പിള്ളേരും കൂടെ നിർബന്ധിച്ച് ഞാൻ കുടി നിർത്തി.
നിർത്തിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, കുറെ ദിവസമൊക്കെ ഇരുന്നു. ഞാനിങ്ങനെ പോകുമ്പോൾ, ഞാൻ കുടി നിർത്തിയ കാര്യം എന്റെ ജീപ്പ് അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. ചാരായ ഷാപ്പിന്റെ അടുക്ക ചെന്നപ്പോ ജീപ്പ് വമ്മാൻ തുടങ്ങി. ആക്സിലേറ്ററിൽ ഇരുന്ന കാല് ഞാൻ അറിയാതെ ബ്രേക്കിൽ പോയി. ഏതോ ഒരു ശക്തി എടുത്ത് തന്നെ അവിടെ കൊണ്ടുവന്നു. ഞാൻ ഇരിക്കും മുമ്പ് തന്നെ സപ്ലയർ കൊണ്ട് തന്നു. കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധം ഉണ്ടായത്. ഇല്ല സ്നേഹിതരെ, മാനുഷ്യ ശക്തി കൊണ്ടോ മാനുഷ്യ ഉപദേശം കൊണ്ടോ സമൂഹത്തെ ഭയപ്പെട്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാകൃത സ്വഭാവത്തെ രക്ഷ നേടാൻ സാധ്യമല്ല. എന്നാൽ യേശുവിങ്കൽ വരാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപം ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപത്തെ കഴുകുകയാണ്, ശുദ്ധമാക്കി തരികയാണ്. അടുത്ത കാലത്ത് ഞാനൊരു പയ്യനെ കണ്ടെത്തി. അവനിങ്ങനെ ഞാൻ യാത്ര ഒരു ശവസംസ്കാര ഭവനത്തിലേക്ക് പോകുമ്പോഴേ ഒരു നല്ല യൗവനക്കാരൻ, അവൻ ആ നാട്ടിലെ ഒരു വലിയ തല്ലിപ്പൊളിയായിട്ട് റൗഡിയായിട്ട് ഇങ്ങനെ നടന്ന്, വാടക ഗുണ്ടയായിട്ട് നടന്ന്, CC കാറോ വണ്ടി പിടിക്കുക, ഇതൊക്കെയാണ് അവന്റെ ജോലി. ഞാനിങ്ങനെ പോകുമ്പോൾ അവളിങ്ങനെ കൈയൊക്കെ ചുരുട്ടി കയറ്റി കഴുത്തേൽ ഒരു വലിയ മുത്തുമൊക്കെ കെട്ടി എന്തോ ചവച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പോകുമ്പോൾ എന്റെ ആത്മാവ് പറഞ്ഞു, അവനൊരു നല്ല മനുഷ്യനാണ്, അവനെ ദൈവത്തിന് ആവശ്യമുണ്ട്, നീ അവനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുന്നിട്ടൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അടുക്കൽ ചെന്നിട്ട് ചുമ്മാ അവന്റെ തോളിൽ കൊട്ടി, എന്താ മോനെ ഇവിടെ നിൽക്കുന്നു? ഞാൻ വെറുതെ നിൽക്കുകയാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ഈ കഴുത്തിൽ, തമിഴ്നാട്ടിലെ കാളയുടെ കഴുത്തിൽ കിടക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ, ഇതെന്താ കിടക്കുന്നത്, ഇതൊക്കെ പ്രാകൃതമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതിൽ പിടിച്ചു വലിച്ചു പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞു. അപ്പോൾ അവന്റെ കയ്യിൽ ഒരു ചരണമുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ, ഇതഴിച്ചു കളെ. ഞാൻ കളഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ കരഞ്ഞു. എന്റെ ആത്മാവ് പറഞ്ഞു, അവനെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളവനാണ്, അവൻ പ്രാകൃതനാണ്, ഒരു മദ്യപാനിയാണ്, നിഷ്ഠൂരനാണ്, സമൂഹത്തിന് അവൻ വലിയ തലവേദനയാണ്, മനുഷ്യർ അവനെ കണ്ടാൽ ഭയപ്പെടുമായിരുന്നു. ഞാനങ്ങ് ഫെയ്ത്തോമിൽ പോയി. രാത്രി ഒരു 7:30 ഇവൻ ഫെയ്ത്തോമിൽ വന്നു. ഞാനോർത്ത് ഇനി പകലത്തെ ചരട് പൊട്ടിച്ച് കളഞ്ഞ എന്റെ കലിപ്പ് തീർക്കാൻ വരികയാണോ. ഇവൻ വന്നു, ബെല്ലടിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു. ഇവൻ ഒരു ശിശുവിനെ പോലെ കരയുകയാണ്. അവൻ വാവിട്ട് കരയുകയാണ്. ലജ്ജ കൂടാതെ അവൻ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. എന്റെ ഹൃദയം ഉരുകിപ്പോയി. അവന്റെ ജീവിതമാകമാനം മാറ്റപ്പെട്ടു പോയി. അടുത്ത ദിവസം അവൻ ജലസ്നാനം എടുത്തു. ദൈവം അവനെ ഉയർത്തി കുവൈറ്റിലേക്ക് അയച്ചു. ഇന്ന് അവൻ കുവൈറ്റ് ഫെയ്ത്തോമിൽ താമസിക്കുന്നു. വരുന്ന വർഷം അവൻ എന്നെ പോലെ ഒരു സുവിശേഷ വേലക്കാരനാകാൻ തുനിയുന്നു. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ സ്നേഹത്തിനും യേശുവിന്റെ രക്തത്തിനുമേ ഒരു പാപിയെ നന്നാക്കി ജീവന്റെ മാർഗത്തിൽ കൊണ്ടുവരാൻ കഴിയൂ. പാപം വാഴുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനം ലഭിക്കത്തില്ല. യേശു നിങ്ങളെ വിളിക്കുന്നു, ആ രക്തം നിങ്ങളുടെ പാപത്തെ കഴുകട്ടെ. യേശുവിന്റെ ക്രൂശ് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവനോട് ക്രൂശിക്കുക. യേശുവിന്റെ ജീവൻ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളിലേക്ക് ജീവൻ തരുവാൻ. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ മഹിമ. മനുഷ്യന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി അവനെ സമാധാനം നൽകുവാൻ യേശുവിന് ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. ആകയാൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ കർത്താവായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ മുൻപിൽ പാവം ഇരിക്കുന്നിടത്തോളം കാലം സ്വസ്ഥത കിട്ടത്തില്ല. അടുത്തതായി നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് ആരെന്ന് നമുക്ക് നോക്കാം. 39 സങ്കീർത്തനത്തിന്റെ 1 വാക്യം വായിച്ചാൽ, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കും. നിങ്ങളുടെ ജീവിതയാത്രയിൽ ആരാണ് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്? ദൈവത്തെ മുൻപിൽ വെച്ചിരിക്കുന്നെങ്കിൽ ജീവിതം സുരക്ഷിതമായിരിക്കുമേ, വളരെ സുരക്ഷിതമായിരിക്കും. ഞങ്ങളെല്ലാം അങ്ങനെ സുരക്ഷിതരാണ്. ഒരു കാര്യത്തിലും ഞങ്ങൾ വ്യാകുലരല്ല. ഒരു വിധത്തിലും ഒരു കാര്യത്തിലും ഞങ്ങൾ വ്യാകുലരല്ല. ദൈവത്തെ മുൻപിൽ വെച്ചതിനാൽ മനസ്സാനന്ദിച്ച് ഹൃദയം സന്തോഷിച്ച് ജഡനിർഭയമായി ജീവിപ്പാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ അനുഭവസ്ഥരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ പാപം നമ്മുടെ മുൻപിൽ ഇരുന്നാൽ നമ്മുടെ ആത്മാവിന് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തും, നമ്മുടെ ദേഹം ക്ഷയിക്കും, നമ്മുടെ അസ്ഥികൾ ഉരുകും, രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ ആത്മാവ് അലറും, നമ്മുടെ വ്രണങ്ങൾ ചീഞ്ഞു നാറും, ദൈവസിംഹാസനത്തെ നോക്കാൻ കഴിയാതെ വ്യാകുലപ്പെടും. മനസാക്ഷിക്ക് വിള്ളലേറ്റിട്ട് ഇരുണ്ട മനസാക്ഷിയോടെയാണോ ഇന്ന് രാത്രി നിങ്ങൾ ദൈവസേനയിൽ ഇരിക്കുന്നത്? പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരും അപരിചിതരായി ഇവിടേക്ക് വന്നു ചേർന്നവരല്ല. സ്വർഗം നിങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്നു. എല്ലാറ്റിലുപരി നിങ്ങളുടെ ഉള്ളിൽ വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. മുഴു ലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിനെ നിങ്ങൾ കളിച്ചു കളയരുതേ. ദയവായി നിങ്ങളുടെ അവസരങ്ങൾ പാഴാക്കരുതേ. സ്വർഗം ഇപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി നാം വായിച്ചത്, ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുന്നു. ആരാണ് ദുഷ്ടൻ? ബൈബിളിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ 2 ശത്രുക്കളുണ്ട്. ഒന്ന് അവനെ വഞ്ചിച്ച പിശാചും, 2 മരണവുമാണ്. പൗലോസ്ലീഹ പറയാ, ഒടുക്കത്തെ മരണം, ഒടുക്കത്തെ ശത്രുവാണ് മരണം. നാടൻ ഭാഷയിൽ അവനെ പറയുന്നത്, മരണം എന്നത് മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രുവാണ്. പാപത്തിന്റെ ശമ്പളം
ശമ്പളമാണ് മരണം. ഈ രണ്ട് ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുൻപിൽ വരാറുണ്ട്. ദുഷ്ടൻ എന്റെ മുൻപിൽ വന്നിരുന്നു. എന്തിനാണ് ദുഷ്ടൻ വരുന്നറിയാമോ? നമ്മളെ ആകാശത്തോളം ഉയർത്തി നന്മ പറയാനല്ല. ദുഷ്ടൻ വരുന്നത് നമ്മെ കുറ്റപ്പെടുത്താനാണ്. ഏകാന്തത കിട്ടിയാലുടനെ നമ്മുടെ പാപത്തെ ദുഷ്ടൻ വന്ന് ഓർമ്മപ്പെടുത്തും. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി, അപ്പോൾ പിശാചു വന്ന് പറയാം, അതെ നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തില്ലേ, നീ ആയ കാലത്ത് ഇങ്ങനെ പാപിയായിട്ടൊക്കെ ജീവിച്ചില്ലേ, അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അതിന്റെ കഷ്ടമാണ് നിന്റെ കുഞ്ഞുങ്ങൾ സഹിക്കുന്നത്, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ പാതയിലൊക്കെ പോകുന്നത്. ഉടനെ നമ്മൾ അധൈര്യപ്പെടാൻ തുടങ്ങും. അയ്യോ അങ്ങനെ ആയിരിക്കുമോ കർത്താവേ, ഞാനെന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പോയി, എനിക്ക് എന്നോട് ക്ഷമിച്ചെന്ന് എനിക്കറിയാം, പക്ഷേ പാപത്തിന്റെ ശിക്ഷയാണോ ഞാൻ അനുഭവിക്കുന്നത്? ദുഷ്ടൻ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന എന്തിനെന്നറിയാമോ? രാപ്പകൽ നമ്മെ കുറ്റപ്പെടുത്താൻ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് ഒരു വാക്കുണ്ട്, തന്റെ വിശുദ്ധന്മാരെ രാപ്പകൽ കുറ്റം വിധിച്ച അപവാദി. ദൈവസിംഹാസനത്തിന് മുൻപാകെ രാവും പകലും കൂടാതെ നിങ്ങളുടെ കുറ്റം പറയുന്ന ഒരുത്തനുണ്ട്. പിന്നെ ഈ സ്വഭാവം ചിലർക്ക് കിട്ടാറുണ്ട്. ചില മനുഷ്യരുണ്ടല്ലോ, വാ തുറന്നാ കുറ്റമേ പറയുന്നു, ഏത് മനുഷ്യനെയും വിമർശിക്കും. പട്ടണത്തിൽ ഇങ്ങനെ കവലെ കൂടെ ഒരു നടന്നു പോയാൽ ഉടനെ വിമർശനം. അതെന്തിനാണ് 4 കാലേ നടക്കുന്നത്? അതിന് 2 കാലേ നടന്നുകൂടെ? ഞാൻ നടക്കുന്ന പോലെ നടന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു കളയും. വിമർശന ബുദ്ധി. ഇത് മറ്റവന്റെ നിന്ന് കിട്ടിയതാ. ഏതാ? മനുഷ്യനെ വഞ്ചിച്ച സാത്താന്റെ കയ്യിൽ നിന്ന്. ഏതേൻ തുടങ്ങി ഇതുണ്ടായിരുന്നു. ഇത് ദൈവസിംഹാസനത്തിന്റെ മുൻപിലുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ യോഹന്നാൻ അവനെ കാണുകയാണ്. എന്താ പറയുന്നത്? തന്റെ വിശുദ്ധന്മാരെ രാപ്പകൽ കുറ്റം വിധിക്കുന്ന അപവാദിയെ അവർ യേശുവിന്റെ രക്തത്താൽ ജയിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചാണ്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. അടുത്തത്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും യേശുവിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. തങ്ങൾ 2 കാര്യത്താലാണ് അവർ സാത്താനെ ജയിച്ചത്. ചിലപ്പോൾ ദുഷ്ടൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ആക്കി കളയും. അയ്യോ നിന്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും, നിന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ, നിനക്കും അങ്ങനെയൊന്നും ജീവിക്കാൻ സാധ്യമല്ല, നീ തകർന്നുടഞ്ഞു, നിന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു, നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ല, നീ എല്ലാം പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ നിന്റെ ജീവിതം നിരാശയാണ് എന്നോർത്ത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യും. അതിനിടയിൽ വന്ന് നമ്മുടെ പഴയ പാവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പറയും. അപ്പോഴത്തേക്ക് വലിയ ആഗ്രഹത്തോടായിരിക്കും നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നത്. എല്ലാ ജോലി അതിവേഗം തീർത്ത് അല്ലെ, വണ്ടിയിൽ ഇടമില്ലാഞ്ഞിട്ട് ഉന്തി തള്ളി വണ്ടിയെ കയറി ആരാധനയ്ക്ക് വന്നിരുന്ന് ആത്മാവി സന്തോഷിക്കുന്ന കണ്ട ഉടനെ മറ്റവനും വരും. മറ്റവൻ പറയും, കണ്ടമാനം ഒന്നും പാടണ്ട, ഇന്ന കുഴപ്പമൊക്കെ ഉണ്ട്, കണ്ടമാനം കൈയടിക്കണ്ട, ഇന്ന തെറ്റൊക്കെ ഉണ്ട്, അതെല്ലാവർക്കൊക്കെ അറിയാം, നീ അങ്ങ് മിണ്ടാതിരുന്നേരെ. അപ്പോഴത്തേക്ക് നമ്മൾ മിണ്ടാതിരിക്കും. മനസാക്ഷിയുടെ ആക്ഷേപം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ സുരക്ഷിതം മനസാക്ഷിയാണ്. ഒരു ശുദ്ധ മനസാക്ഷി വേണം. ശുദ്ധ മനസാക്ഷി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കും. ആത്മധൈര്യം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശുദ്ധ മനസാക്ഷി നഷ്ടപ്പെട്ടാൽ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകും. ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയാൽ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകും. പിന്നെ പഴകിയ പരിചയം അനുസരിച്ച് നിങ്ങൾ പാടും. നിങ്ങളിങ്ങനെ പാടി യേശു വരാറായി എന്ന് പാടുമ്പോഴും നിങ്ങളുടെ മനസ്സിങ്ങനെ മാർക്കറ്റിൽ നടക്കാതെ മൂത്തുപോകാത്ത വെണ്ടയ്ക്ക നോക്കി മേടിക്കാൻ അതിങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കും, യേശു വരാറായി, വിശുദ്ധന്മാര് പോകാറായി. അത് സത്യം തന്നെ. പക്ഷേ ശുദ്ധ മനസാക്ഷിക്ക് ക്ഷതം സംഭവിച്ചതുകൊണ്ട് മനസ്സലഞ്ഞ് നടക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൽ നിന്ന് നാം രക്ഷ നേടണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദുഷ്ടൻ രാപ്പകൽ നമ്മെ ദണ്ണിപ്പിക്കാറുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല പരാജയങ്ങൾ വന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. ഞാൻ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനെന്നൊരറിവോടെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. നിങ്ങളുടെ പാപങ്ങൾ കഴുകിയത് യേശുവിന്റെ രക്തമാണെങ്കിൽ സാത്താനെ ജയിപ്പാൻ നിങ്ങളെ സഹായിക്കുന്നതും യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തത്തിന് അത്യന്തമായ ശക്തിയുണ്ട്. ആ ശക്തിക്ക് മുൻപിൽ ആരും നിൽക്കത്തില്ല. കാര്യം മുഴു ലോകത്തെക്കാൾ വിലയുള്ള മനുഷ്യവർഗത്തിന്റെ ആത്മാവിനെ നേടിയെടുക്കുവാൻ മുഴുവൻ ആത്മാവിനേക്കാൾ വിലയുള്ള ജീവന്റെ രക്തമാണ് യേശു നമുക്ക് തന്നത്. ആ രക്തത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മജീവിതത്തിൽ ഓർത്തുകൊള്ളണമേ, സ്വർഗം ക്ഷമിച്ചു തന്ന പാപം എന്നേക്കുമായി ക്ഷമിച്ചു തന്നതാണ്. ഓർത്തുകൊള്ളണമേ, സ്വർഗം നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ അന്ന് സ്വർഗം ക്ഷമിച്ചതാണ്. നിങ്ങൾ അതുകൊണ്ട് ഓർത്തുകൊള്ളണമേ, സ്വർഗം ക്ഷമിക്കുകയും ദൈവം മറക്കുകയും ചെയ്ത പാപത്തെ കഴിയുന്നിടത്തോളം നിങ്ങൾ വീണ്ടും ഉച്ചരിപ്പാൻ തുനിയരുതേ. നിങ്ങളുടെ സമാധാനത്തെ കെടുത്തണം. സാത്താൻ ഇടയ്ക്ക് വന്ന് നിങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കാലയിൽ ഒരു ചെറിയ പിള്ളേർക്ക് കാലയിൽ ഒരു കരപ്പം വന്നാൽ ഉടനെ പറയും അത് പിശാചിന്റെ പോരാട്ടമാണ്. പോരാട്ടമല്ല, പിള്ളേർ മണ്ണ് വാരാൻ പോയാൽ കാലേ കരപ്പം വരും. അതുപോലെ തന്നെ മഴ നനഞ്ഞാൽ
ജലദോഷം പിടിക്കും. അതിനകത്ത് പ്രത്യേകിച്ച് പോരാട്ടമൊന്നുമില്ല. അത് സർവ്വസാധാരണമായി പ്രകൃതിയുടെ നിയമമാണ്. സാത്താൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ്. എടാ പിശാചേ, നീ നിന്റെ കാര്യം പോയി നോക്കടാ. ഞാൻ എത്ര വലിയ ഭാവിയാണെങ്കിലും എന്റെ സ്വരൂപം ദൈവത്തിന്റെ സ്വരൂപമാണല്ലോ. എന്റെ ദൈവവും ഞാനും കൂടെ അങ്ങ് തീർത്തോളാം, നീ ആ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ അവൻ വന്ന വഴിക്ക് വാലും ചുരുട്ടി അങ്ങ് പോകും. അങ്ങനെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഏദൻ പർദീസയിൽ ആദാമിനെ വഞ്ചിച്ചു കളഞ്ഞു. ആദാം നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആദാം പറയാ, ഞാൻ നഗ്നനായി പോയി, എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. ദൈവം ചോദിച്ചു, ആദാം നീ നഗ്നനാണെന്ന് നിന്നോട് പറയുന്നത് ആര്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആദാം നീ നഗ്നനാണെന്ന്, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആരാണ് പറയുന്നത്? ആരാ പറഞ്ഞെന്നറിയാമോ? കണ്ണു തുറക്കുമെന്നും ദൈവത്തെ പോലാകുമെന്നും ദൈവസ്വരൂപം പ്രാപിക്കുമെന്നും ഒക്കെ പറഞ്ഞ മെറ്റവന്റെ പരിപാടിയാണ് ഇപ്പൊ നീ നഗ്നനാണെന്ന് പറയുന്നത്. ആകയാൽ ദുഷ്ടൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ആ രക്തത്താൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുന്നെങ്കിൽ സാത്താൻ നിങ്ങളെ വിട്ടുപോകും. ഒന്ന് ഓർത്തുകൊള്ളണമേ, സ്വർഗം നിങ്ങളോട് ക്ഷമിച്ചു തന്നത് എന്നേക്കുമായി ക്ഷമിച്ചതാണ്. ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നെന്നാണ് പ്രപഞ്ച നിയമം. എന്നാൽ സൂര്യൻ നിൽക്കുകയും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയും എന്നുള്ളത് ശാസ്ത്രം പിൽക്കാലത്ത് തെളിയിച്ചു. എന്നാൽ സൂര്യന്റെ ഉദയത്തിന്റെ ദിക്കും അതിന്റെ അസ്തമനത്തിന്റെ ദിക്കും തമ്മിൽ ഇന്ന് വരെ ശാസ്ത്രം അളന്നിട്ടില്ല. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച് ചന്ദ്രനിൽ പോയെങ്കിൽ തന്നെയും ഇതുവരെ ഇത് തമ്മിലുള്ള അകലിച്ചിട്ടില്ല. ആകയാൽ ഒരു ഭക്തൻ ഇങ്ങനെ പാടി, നീ എന്റെ അകൃത്യത്തെ സൂര്യന്റെ ഉദയം തുടങ്ങി അസ്തമനം വരെയുള്ള അകലത്തിലേക്ക് നീക്കിക്കളഞ്ഞു. മറ്റൊരുത്തൻ പറയാണ്, നീ എന്റെ പാപത്തെ കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. മറ്റൊരുവൻ പറയാണ്, നീ എന്റെ പാപത്തെ പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ദൈവം പറയുന്നു, ഞാൻ അവരുടെ പാപത്തെ ഇനി ഒരു നാൾ ഓർക്കത്തില്ല. ദൈവം ഓർക്കാത്ത പാപം നിങ്ങൾ എന്തിനാ ഓർപ്പിക്കാൻ നടക്കുന്നത്? ചില മനുഷ്യർക്ക് ഇങ്ങനെ പല്ലിനിടയിൽ തേങ്ങാപ്പീര കയറി കഴിഞ്ഞാൽ അങ്ങനെയാ. എത്ര വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തേങ്ങാപ്പീര ഡിസ്റ്റർബ് ചെയ്തോണ്ടേ അല്ലെ? വർഷം കഴിഞ്ഞ് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകാൻ ശ്രദ്ധിക്കാറ്. എന്തെങ്കിലും കഴിക്കുന്ന ഒരു തേങ്ങാപ്പീരിയോ എന്തെങ്കിലും ഒരു സാധനത്തിരുന്നാൽ അതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടേയിരിക്കും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ആകയാൽ പ്രിയമുള്ളവരെ, ഒരു സത്യം അറിഞ്ഞുകൊള്ളണമേ, സ്വർഗം നമ്മോട് ക്ഷമിച്ചതാണ്. ഞാൻ എന്റെ കർത്താവായ യേശുവിനോട് പാവം ഏറ്റുപറഞ്ഞ ദിവസം സ്വർഗം എന്നോട് ക്ഷമിച്ചതാണ്. എന്റെ ദൈവം അത് മറന്നു കളഞ്ഞതാണ്. ആകയാൽ ഇനി ഞാനതിൽ വ്യാകുലപ്പെടുന്നില്ല. ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്വർഗം ക്ഷമിക്കുകയും ദൈവം മറന്നുകളയുകയും ചെയ്ത പാപത്തെ നിങ്ങളും മറന്നു കളയണം. ആകാശവും ഭൂമി നീങ്ങിയാലും നീക്കപ്പെടാത്ത തിരുവെഴുത്ത് പറയുന്നു, സ്വർഗം നിങ്ങളോട് ക്ഷമിച്ചപ്പോൾ രണ്ട് വ്യവസ്ഥയിലാണ് ക്ഷമിച്ചത്. പാപിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്ന് നിർത്തിയാറെ അവിടെ പാപമൊന്നും ആരാഞ്ഞ് ചോദിക്കാതെ പൊയ്ക്കോ, ഇനിയും പാപം ചെയ്യരുത്. അതായിരുന്നു ഒന്നാമത്തെ വ്യവസ്ഥ. പൊയ്ക്കോ, ഇനി നീ പാപം ചെയ്യരുത്. രണ്ടാമതായിട്ട് യേശു പറയാം, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. ആകയാൽ ചിലർക്കറിയാം അവരുടെ പാപം ഒന്നും ക്ഷമിച്ചിട്ടില്ലെന്ന്. ചിലർക്ക് നന്നായിട്ട് അറിയാം അവരുടെ പാപം ഒന്നും സ്വർഗം ക്ഷമിച്ചിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവര് പലരോടും ക്ഷമിച്ചിട്ടില്ല. ഓർത്തുകൊള്ളണം, എത്ര പ്രാർത്ഥിച്ചാലും എത്ര പാടിയാലും എത്ര നമ്മൾ കൈപൊക്കി കൈയിടമേലൊരു കഴുക്കോലൂടെ ഒക്കെ വെച്ച് കെട്ടി അല്ലേലിയ പറഞ്ഞാലും നാം ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗം നമ്മോട് ക്ഷമിക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു പറയാ, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിച്ചു തരത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറവീൻ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടം കൂടെ ക്ഷമിച്ചു തരണമേ. ആകയാൽ സ്വർഗം ക്ഷമിച്ചത് ഒരു നാളും ചോദിക്കത്തില്ല. പക്ഷെ വ്യവസ്ഥയുണ്ട്, ഇനിയും പാപം ചെയ്യരുത്. രണ്ടാമത്തെ വ്യവസ്ഥ ഏതാണെന്നറിയാമോ? മറ്റുള്ളവരോടും ക്ഷമിക്കണം. ആകയാൽ ദുഷ്ടൻ നമ്മുടെ മുൻപിൽ വന്നിരുന്ന് നമ്മുടെ ആത്മാവിനെ കെടുത്തുന്നെങ്കിൽ കർത്താവായ യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. യേശുവിന്റെ രക്തത്തിലും നിങ്ങളുടെ ഏറ്റുപറച്ചിലും ദുഷ്ടൻ നിങ്ങളുടെ മുൻപിൽ നീങ്ങിപ്പോകും. അടുത്തതായി നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഒരുവനാണ് മഹാപർവ്വതം. വായിച്ചാട്ട് സക്കറിയാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ചു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റി. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ
നീ സമഭൂമിയായി തീരും. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പ്രവർത്തിക്ക് നേരെ സാത്താൻ ഒരു പർവ്വതം പോലെ നിന്നേക്കാം. അവൻ നമ്മെ നോക്കി പരിഹസിച്ചേക്കാം. ഭക്തന്മാരെ, നിങ്ങൾ ആത്മാവിൽ അവനെ നോക്കി അട്ടഹസിക്കുവീൻ. അവൻ ഒരു ദിവസം സമഭൂമിയായി തീരും. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവമോ മുറ്റുമായി നിങ്ങളുടെ സമാധാനത്തിന്റെ ദൈവം സാത്താനെ പൂർണ്ണമായി നിങ്ങളുടെ കാൽക്കീഴെ ആക്കി തരും. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ ആരാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഓർത്തു നോക്കുവീൻ. പാപം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുവോ, നിങ്ങൾക്കൊരു നാളും സ്വസ്ഥത ലഭിക്കത്തില്ല. പാപം നിങ്ങൾ ലഭിക്കുന്നുവോ, നിങ്ങൾക്കൊരു നാളും സ്വസ്ഥത ലഭിക്കത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഷ്ടൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുവോ, നിങ്ങളുടെ ആത്മാവ് വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹാപർവ്വതമായ സാത്താൻ നിങ്ങളുടെ മുൻപിൽ ഇരുന്നിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാതെ വ്യാകുലപ്പെട്ട് കരയുന്ന ഒരു അവസ്ഥയിലാണോ ഇരിക്കുന്നത്? വ്യാകുലപ്പെടാതെ ബൈബിൾ പറയുന്നു, സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. സാത്താനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. ചിലരെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ പിശാചെന്നൊക്കെ പറഞ്ഞാല് ഹിമാലയ പർവ്വതത്തെക്കാൾ വലുതാണ്, അല്ലേ? ഹിമാലയ പർവ്വതത്തെക്കാൾ വലുതാണ് പിശാച്. എന്നാൽ ഈ പിശാച് പറയും പോലെ വലിയ വലിപ്പമുള്ളവനല്ല. പിശാചിന്റെ ആവറേജ് വലിപ്പം നിങ്ങൾക്കറിയാമോ? ഞാൻ അടുത്ത കാലത്ത് ഫെയ്ത്തോമിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ തന്റെ ഭാര്യയ്ക്ക് പിശാചിന്റെ ശല്യമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കാനായി ആരോ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ താനിങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പിശാചിനെ കുറിച്ച് ഇങ്ങനെ അവന് ബോൺമിറ്റ കൊടുത്ത് അവനെ ഏതാണ്ട് ഹിമാലയത്തോളം ആക്കി. പാസ്റ്ററേ, അങ്ങനെയാണ് പിശാച്, ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യാണ്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക എന്റെ ആത്മാവ് പറഞ്ഞു, ഈ പറയപ്പെടുന്ന ഒന്നും ശരിയല്ല. പിശാചിന്റെ വലിപ്പം റോമാലേഖനം 16-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൈവമോ എത്രയും വേഗം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി തരും. ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ, നിങ്ങൾ പറയുന്നത് വേണ്ട നിലയിൽ ദൈവവചനാടിസ്ഥാനത്തിൽ വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പൊ എന്റെ ആത്മാവ് പറഞ്ഞു, നീ കാലൊന്ന് പൊക്കി നോക്കി. ഞാൻ ഒരു കാലെ നിന്നേച്ച് ഇങ്ങനെ ഫെയ്ത്തോമിന്റെ സിറ്റ് ഔട്ടിൽ വെച്ച് മറ്റേ വലതു കാല് പൊക്കി നോക്കി ഒരു മാക്സിമം 2-2.5 അടി മേളിൽ പൊങ്ങത്തില്ല. ഏതും എടുക്കണ്ടേ, അതിൽ കൂടുതൽ പൊങ്ങി താഴെ വീഴും. ഞാനിങ്ങനെ കാല് പൊക്കി 2 അടി പൊങ്ങും. അപ്പോൾ ദൈവാത്മാവിനോട് പറയാ, ഇതിന്റെ കീഴിൽ ഒതുങ്ങാനുള്ള വലുപ്പമേ സാത്താനുള്ളൂ. സാത്താൻ സർവായുധ വർഗം വെച്ച് കീഴടങ്ങിയവനും പരാജിതനുമാണ്. പരിജ്ഞാനമില്ലാത്തവൻ പറഞ്ഞാണ് അവൻ വലുതായത്. ആകാശവും ഭൂമിയും നീങ്ങിയാലും നീക്കപ്പെടാത്ത ബൈബിൾ പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ എത്രയും വേഗം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴയാക്കി തരും. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ഓടിപ്പോവെന്നല്ല പറഞ്ഞത്, പിന്നെ നീ സമഭൂമിയായി തീരും. സെരുബാബേലിന്റെ കാൽപാദത്തിന് കീഴെ നീ താഴും. ഇന്ന് രാത്രി നിങ്ങളോട് ചോദിപ്പീൻ, ആരാണ് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്? മഹാപർവ്വതം നിങ്ങളെ നോക്കി അട്ടഹസിച്ചിട്ട് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാതെ ജീവിതം നിരാശപ്പെട്ട് കഴിയുകയാണോ? ഇല്ല സ്നേഹിതരെ, നിങ്ങൾ പരാജിതരല്ല. നിങ്ങൾ ഒരു നാളും പരാജിതരല്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന സാത്താൻ പരാജിതനാണ്. യുദ്ധകളത്തിൽ സർവ്വസാധാരണയായി 2 കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ ചിലർ ആയുധം എറിഞ്ഞിട്ട് ഓടിക്കളയും. ആയുധം വലിച്ചെറിഞ്ഞിട്ട് ചില രാജാക്കന്മാരും സൈനികരും ഓടിക്കളയും. അവർ പരാജിതരല്ല ഒരു കാലത്തും. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് വേണമെങ്കിൽ തിരികെ വരാം. മൂർച്ചേറിയ ആയുധത്തോടെ, ശക്തിയുള്ള സൈന്യത്തോടെ അവർക്ക് വേണമെങ്കിൽ വീണ്ടും ആക്രമിക്കാൻ മടങ്ങി വരാം. എന്നാൽ കാൽവറിയിൽ സംഭവിച്ചത് അങ്ങനെയല്ല. ആയുധം എറിഞ്ഞിട്ടോടിയതല്ല. നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ റോമൻ പടയാളികൾ അവന്റെ കാലിൽ ആണിയടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീൻ, ആ 2 കാലുകൾ കീഴേ വഞ്ചകനായ സാത്താന്റെ തലയുണ്ട്. സാത്താന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കുകയും അവൻ ആയുധം വെച്ച് എന്നേക്കുമായി കീഴടങ്ങുകയും ചെയ്തു. ആകയാൽ സാത്താൻ ഒരിക്കലും ജയം പ്രാപിച്ചവനല്ല സ്നേഹിതരെ. അവൻ 100% പരാജിതനാണ്. അവന്റെ വലിപ്പം ഒരു വിശുദ്ധൻ കാലുയർത്തി നിന്നാൽ അതിന് കീഴിൽ ഒതുങ്ങുന്ന വലിപ്പമേ ഉള്ളൂ. 2 അല്ല 2.5 അടി പൊക്കം വരും. പിന്നെ ഏറിയ അനുസരിച്ചായിരിക്കാം. പിന്നെ പേടിച്ചാൽ അവൻ വളരെ വലുതാകും. ഓർത്തുകൊള്ളണമേ, സമാധാനത്തിന്റെ ദൈവം ദുഷ്ടനെ എത്രയും വേഗം കാൽക്കീഴെ ആക്കി തരും. മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. നീറുന്ന പ്രശ്നങ്ങളോടെ മറുകര കാണാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന ഹൃദയത്തോടെ തകർന്നുടഞ്ഞി രാത്രി എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹിത, നീ പരാജിതനല്ല. നീ ഒരു കാലത്തും പരാജിതനല്ല. നിന്നെ സ്നേഹിച്ചത് ദൈവമാണ്. നിന്നെ വിളിച്ചത് ദൈവമാണ്. നിന്നെ നടത്തിയത് ദൈവമാണ്. ആ ദൈവത്താൽ, യഹോവയാൽ നിനക്ക് ശത്രുവിന്റെ മതിൽ ചാടിക്കിടക്കും. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയാൽ, എന്റെ ദൈവത്താൽ ശത്രുവിന്റെ മതിൽ ചാടിക്കിടക്കും.
സാത്താൻ മതിൽ കെട്ടി നിന്നെ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാതെ നിന്നെ ആക്രമിച്ച് മനസാക്ഷിയെ കുറ്റപ്പെടുത്തി മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി അധൈര്യപ്പെടുത്തിയാണോ ദൈവസന്നിധിയിൽ ഇരുത്തിയിരിക്കുന്നത്? ഇല്ല, നീ പരാജിതനല്ല. നിനക്ക് ഇനിയും അവസരമുണ്ട്. ഒരുപക്ഷെ 100% നിങ്ങൾ പരാജയപ്പെട്ട അവസ്ഥയായിരിക്കാം. നിങ്ങൾ മുൻപേ കേട്ടിട്ടുണ്ടായിരിക്കാം നെപ്പോളിയൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ സംഭവം. നമ്മുടെ ചില പുസ്തകങ്ങളിലൊക്കെ അതുണ്ട്. ഞാനും മറ്റൊരു പ്രാസംഗിൽ നിന്ന് ഒരിക്കൽ കേൾക്കാനിട വന്നു. നെപ്പോളിയൻ ചക്രവർത്തിയായി ലോകത്തിൽ വാഴും കാലത്ത് താൻ ഒരു ദിവസം വേഷം മാറി തന്റെ സൈനികർക്കിടയിലേക്ക് പോയി. താനിങ്ങനെ സൈനികർക്കിടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഒരു പുതിയ കുതിരയായിരുന്നു. അതിന് വലിയ പരിചയം. ഒറ്റ കൊട കുടഞ്ഞു. നെപ്പോളിയൻ ഉരുണ്ട് താഴെ വീണു. കുതിര അങ്ങ് മാറിക്കളഞ്ഞു. ഉടനെ താൻ വീഴുന്ന കണ്ട ഉടനെ ഒരു സാധാരണ പട്ടാളക്കാരൻ, ആളറിയാതാണ്, ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി സൈനാധിപനായ നെപ്പോളിയനാണിത്. അവൻ കൈകൂപ്പി നിന്നു. അപ്പൊ സാധാരണ ഒരു പട്ടാളക്കാരൻ തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചെന്ന് പറയാനുള്ള മാന്യത കുറവുണ്ട്. നെപ്പോളിയൻ അവന്റെ തോളെ കൊട്ടിട്ട് പറഞ്ഞു, ക്യാപ്റ്റൻ, താങ്ക് യു ക്യാപ്റ്റൻ, താങ്ക് യു. അതിനുശേഷം നെപ്പോളിയൻ അങ്ങ് പോയി. ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ സമയമായി. ഈ കൂലി പട്ടാളക്കാരൻ, സാധാരണ പട്ടാളക്കാരൻ നേരെ ക്യാപ്റ്റന്മാർ ഭക്ഷണം കഴിക്കുന്ന കാന്റീനിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് എന്നെ കൂടെ അകത്ത് കയറ്റി ഭക്ഷണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വാതുക്കെ നിൽക്കുന്ന ആള് പറഞ്ഞു, നിന്നെ അകത്തോട്ട് കയറ്റത്തില്ല, കാര്യം ഇത് ക്യാപ്റ്റന്മാരുടെയും അതുപോലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടേതുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ക്യാപ്റ്റനാണ്. എടാ, നീ ക്യാപ്റ്റനാണെ ഒന്നാമത് നിന്റെ പേര് ഇവിടെ കാണും, രണ്ടാമത് അതിനുള്ള യൂണിഫോം കാണും, അടുത്ത യൂണിഫോമിൽ അതിനുള്ള സ്റ്റാറും കാണും. അതുകൊണ്ട് നിന്നെ ഇവിടെ കയറ്റുകയില്ല, വെറുതെ സമയം കളയാ, അത് നിനക്ക് ഭക്ഷണം കിട്ടുന്നിടത്ത് പോയി കഴിക്കണം. അവൻ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ പോകത്തില്ല, എനിക്ക് ഇന്നിവിടെ നിന്ന് ഭക്ഷണം തരണം. തർക്കം ചൂട് പിടിച്ചു വന്നപ്പോൾ ഈ കാവൽക്കാരൻ ചോദിച്ചു, ആരാളാ പിടിച്ച് നിന്നെ ക്യാപ്റ്റനാക്കിയെന്ന്. ഉടനെ അവൻ പറയാ, ഇന്ന് രാവിലെ സൈനാധിപനായ നെപ്പോളിയനാണ് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത്. അവൻ ഞെട്ടിപ്പോയി. നെപ്പോളിയൻ ചക്രവർത്തി നിന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു? അതെ, ഇന്ന് രാവിലെ അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീഴുമ്പോൾ ഞാനാണ് പിടിച്ചെഴുന്നേൽപ്പിച്ചത്. അദ്ദേഹമാണ് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത്. ഉടനെ അവൻ ഭയപ്പെട്ടിട്ട് എന്നാൽ അകത്തോട്ട് കയറിക്കാട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവനെ, നീ ജയം പ്രാപിച്ചവനോ വിശ്വസ്തനോ ആയിട്ടല്ല, ദൈവം നിന്നെ വിശ്വസ്തനെന്ന് എണ്ണിയതാണ്. നീ അവിശ്വസ്തനായിരിക്കെ, നീ ബലഹീനനായിരിക്കെ, നീ പരാജിതനായിരിക്കെ, നീ ഭോഷനായിരിക്കെ നിന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് സൈനാധിപനാണ്. ആകയാൽ നീ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ടോടിപ്പോകും. നിങ്ങളുടെ മുൻപിൽ ആരാണിരിക്കുന്നത്? നിങ്ങളോട് തന്നെ ചോദിപ്പീൻ. പാപം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുവോ, നിങ്ങളുടെ ആസ്തി ഉരുകിക്കൊണ്ടേയിരിക്കും. ദുഷ്ടൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുവോ, അവൻ നിങ്ങളുടെ സമാധാനത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. മഹാപർവ്വതം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുവോ, നിങ്ങൾ ഭയപ്പെട്ട് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാതെ വ്യാകുലപ്പെടും. നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നുവോ, നിങ്ങൾ ഒരു നാളും വ്യാകുലപ്പെടത്തില്ല. അടിമകളായി ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്രയായി. ദീർഘകാലം അടിമകളായിരുന്നവർ ഒരു വിധത്തിലും ആയുധം ഉപയോഗിച്ച് ശീലമുള്ളവരായിരുന്നില്ല. അവർ വളരെ ബലഹീനരും സാംസ്കാരിക ശൂന്യരുമായിരുന്നു. അടിമവേലയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഓടി രക്ഷപ്പെട്ടവരാണ്. മരുഭൂമിയിൽ അസംഖ്യം പ്രതിസന്ധി സഹിച്ചു. കനാനിലെ ജാതികളെ നീക്കി വാഗ്ദത്തം നേടണം. സംഖ്യാ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ യഹോവയുടെ മുൻപാകെ ചെന്ന് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കും. ഈ അടിമകളായവർ, ഈ ഭോഷരായവർ, ആയുധം ഉപയോഗിക്കാൻ പരിജ്ഞാനമില്ലാത്തവർ, വേണ്ടത്ര ആയുധമില്ലാത്തവർ, അവർ പറയുകയാണ്, ഞങ്ങൾ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ട് ചെന്ന് ഞങ്ങൾ വാഗ്ദത്തം നേടിയെടുക്കും. കാരണം എന്തെന്നറിയാമോ? അവരുടെ കൂടാരത്തിൽ ചില മഹിമകൾ ഉണ്ടായിരുന്നു. ഓരോ ഇസ്രായേലിനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ പാളയം നമ്മൾ പഠിച്ചാൽ 6 മൈൽ ചുറ്റളവിലായിരുന്നു അവന്റെ പാളയം കിടന്നത്. 6 മൈൽ ചുറ്റളവിൽ. ഈ 6 മൈൽ ചുറ്റളവിന്റെ നടുവിലാണ് സമാപന കൂടാരം. ഓരോ ഇസ്രായേലിനും രാവിലെ എഴുന്നേറ്റിട്ട് അവന്റെ കൂടാരത്തിന്റെ തിരശീല മാറ്റുമ്പോൾ അവൻ 3 കാര്യങ്ങൾ കാണും. ഒന്നാമത് മിസ്രൈമിൽ നിന്ന് അവനെ വിടുവിച്ചുകൊണ്ടുവന്ന യഹോവയുടെ കൂടാരം അവന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ! അവനെ മിസ്രൈമിൽ നിന്ന് ബലമുള്ള ഭുജത്താൽ വിടുവിച്ചുകൊണ്ടുവന്ന യഹോവയുടെ കൂടാരം അവന്റെ പാളയത്തിലുണ്ട്. രണ്ടാമത് അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ പാളയത്തിന്റെ കൂടാരത്തിന്റെ വാതുക്കൽ ഒരു കൊടിമരം നിപ്പുണ്ട്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാൻ പിച്ചള സർപ്പത്തെ തൂക്കിയ ഒരു കൊടിമരമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ കാൽവറിയാണ്. കർത്താവ് പറയാണ്, മോശ മരുഭൂമിയിൽ താമര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അവൻ നേരെ നോക്കിയപ്പോൾ അവൻ കണ്ടത്
ബലമുള്ള യഹോവയുടെ കൂടാരം. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കൂടാരവാതിക്കൽ അവന് വേണ്ടി നിൽക്കുന്ന ഒരു കൊടിമരം. മൂന്നാമത് അവൻ താഴേക്ക് നോക്കിയപ്പോൾ ഹിമം പോലെ പെയ്തു കിടക്കുന്ന സ്വർഗീയ മന്ന. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പാടി, യഹോവേ രാവിലെ തോറും നിന്റെ ദയ പുതിയതാണ്. എങ്ങനെ അവർ പറയുന്നു, അടിമകളായി ആയുധം ഉപയോഗിച്ച് ശീലമില്ലാതെ ബലഹീനരും പ്രാകൃതരുമായി ഇസ്രായേൽ ഇപ്പോൾ ഏറ്റുപറയാണ്, ഞങ്ങൾ യഹോവയാൽ പോയി വാഗ്ദത്തം നേടും. അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഒന്നേ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് യഹോവയുടെ കൂടാരം ഞങ്ങളുടെ മുൻപിലുണ്ട്. രണ്ട്, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ വേളയിൽ നോക്കി രക്ഷപ്പെടുവാൻ പിച്ചള സർപ്പത്തെ തൂക്കി ഒരു ക്രൂശ് പാളയത്തിലുണ്ട്. മൂന്നാമത്, ദൈവമേ വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ അതിരാവിലെ വീഴുന്ന മന്ന, ദൈവത്തിന്റെ ദയയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയയും കർത്താവായ യേശുവിന്റെ ക്രൂശും നിങ്ങളെ വിടുവിച്ചുകൊണ്ടെന്ന് ദൈവത്തെ നിങ്ങൾ മുൻപിൽ വെച്ചുള്ള യാത്രയുമാണെങ്കിൽ നിങ്ങൾ വാഗ്ദത്തം നേടിയെടുക്കും. നിങ്ങളുടെ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി തികഞ്ഞു വരും. നിങ്ങളുടെ പരാജയത്തിൽ ദൈവത്തിന്റെ നീതിയുടെ കരം നമുക്ക് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. കണ്ണുകളെ അടച്ചാട്ട് ഇന്ന് രാത്രി ആരാണ് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്? ഞാൻ എന്റെ ദൈവത്തെ മുൻപിൽ വെച്ചിരിക്കൊണ്ട് എന്റെ മനസ്സ് ആനന്ദിക്കും, എന്റെ ഹൃദയം സന്തോഷിക്കും. വേദനപ്പെടുന്ന ഹൃദയത്തോടെ ഇരിക്കുന്നവരെ കർത്താവായ യേശുവിനെ നിങ്ങൾ മുൻപിലേക്ക് കൊണ്ടുവരുവേൻ. പൗലോസ് പറഞ്ഞു, ഞാൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പരമകളുടെ ലാക്കിലേക്ക് ഓടിപ്പോവുകയാണ്. ആകയാൽ ദൈവത്തെ നിങ്ങൾ മുൻപിൽ കൊണ്ടുവരുവേ. നിങ്ങൾ എല്ലാവിധത്തിലും ബലഹീനരായിരിക്കും. നിങ്ങളുടെ പാളയത്തിൽ ബലമുള്ള യഹോവയുടെ കൂടാരം എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പാളയത്തിൽ നിങ്ങൾക്ക് വേണ്ടി തൂക്കപ്പെട്ട കർത്താവിന്റെ ക്രൂശ് ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ദയ പാളയത്തിൽ വീണ് കിടക്കുകയാണ്. ദാവീദ് പാടി, രാവിലെ തോറും ദൈവമേ നിന്റെ ദയ പുതിയത് തന്നെ. ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാം, ഞാൻ വാഗ്ദത്തം നേടിയെടുക്കും, ഞാൻ എന്റെ വാഗ്ദത്തം നേടിയെടുക്കും. ഞാൻ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ടു പോയി എന്റെ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കും. എന്തുകൊണ്ട്? എന്നെ വിടുവിച്ച യഹോവയുടെ കൂടാരം എന്റെ മുൻപിലുണ്ട്. എനിക്ക് പകരം ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ക്രൂശ് എന്റെ മുൻപിലുണ്ട്. എന്നോട് അവന്റെ ദയ തീർന്നു പോകാതെ അവന്റെ ദയ എന്റെ പാളയത്തിൽ വീഴുന്നുണ്ട്. ആകയാൽ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ടു പോയി ഞങ്ങൾ ശത്രുവിനെ ജയിക്കും, ഞങ്ങളുടെ വാഗ്ദത്തം നേടിയെടുക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ആരും പരാജിതരായി ക്ഷീണിതരായി ദൈവസന്നിധിയിൽ നിന്ന് പോകരുത്. ഉറച്ച ശബ്ദത്തോടെ നിങ്ങൾ ഏറ്റുപറയണം. പാപം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ കാൽവരിയെ നോക്കി ഏറ്റുപറയുവീൻ. പാപം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതുപോലെ താങ്ങാൻ വയ്യാത്ത ഭാരം അഥവാ വലിയ പർവ്വതം പോലെ നിങ്ങളുടെ ജീവിത പ്രശ്നവുമായിട്ടാണോ ദൈവസേനയിൽ വന്നത്? ആരും നിങ്ങളെ സഹായിപ്പാനില്ലായേക്കാം. വ്യാകുലപ്പെടുന്ന മനസ്സായിരിക്കാം, താങ്ങാൻ വയ്യാത്ത കടഭാരമായിരിക്കാം, തകർന്നുടഞ്ഞ ജീവിതമായിരിക്കാം, കുടുംബത്തിൽ സമാധാനമില്ലായിരിക്കാം, തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടേക്കാം, ആശ്രയിപ്പാൻ ആരുമില്ലാഞ്ഞേക്കാം. അയ്യോ, നിങ്ങളുടെ പരാജയത്തെ കണ്ടിട്ട് നിങ്ങൾ വ്യാകുലപ്പെട്ടിട്ട് ഒരു മഹാപർവ്വതം പോലെ നിന്റെ പ്രശ്നം നിന്റെ മുൻപിൽ നോക്കി നിന്നെ നോക്കി പരിഹസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദുഷ്ടശക്തിയെ നോക്കി അട്ടഹസിക്കുന്ന ഒരു ആത്മാവ് നിനക്ക് പ്രാപിക്കാമെങ്കിൽ ഈ രാത്രി തന്നെ സാത്താൻ നിന്റെ മുൻപിൽ താണുപോകും. സമാധാനത്തിന്റെ ദൈവമോ എത്രയും വേഗം സാത്താനെ നിന്റെ കാൽ കീഴെ ആക്കിത്തരും. പാപത്തിന് ദാസരായി ജീവിക്കുന്നവരെ ഇന്ന് രാത്രി പാപത്തോട് വിട പറയുവീൻ, ദൈവത്തെ മുൻപിൽ കൊണ്ടുവരുവീൻ. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളൊക്കെ പറഞ്ഞ് ദുഷ്ടൻ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നുവോ? ഇന്ന് രാത്രി അറിവീൻ, സ്വർഗം ക്ഷമിച്ചത് എന്നേക്കുമാണ്, സ്വർഗം മറന്നു കളഞ്ഞത് എന്നേക്കുമാണ്. ഇല്ല, സ്വർഗം ക്ഷമിച്ച പാവം ഒരു നാളും ചോദിക്കത്തില്ല. നിങ്ങൾ ഓർത്തു നോക്കുവീൻ, ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കുവിൻ, സ്വർഗമേ കർത്താവേ അങ്ങ് എന്നോട് ക്ഷമിക്കേണ്ടതിന് ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കാം, അങ്ങ് എന്നോട് ക്ഷമിച്ചു തരേണ്ടതിന് ഞാൻ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാം, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ നിശ്ചയമായും സ്വർഗം നിന്റെ അകൃത്യം ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നിന്നെ ആക്രമിച്ച് നീ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേൽ പാളയത്തിൽ കേട്ട ശബ്ദം ഒരേ ശബ്ദത്തിൽ നമുക്ക് ഏറ്റുപറയാം, ഞങ്ങൾ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ടു പോയി ഞങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്തം നേടിയെടുക്കും. ഞങ്ങൾ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ടു പോയി ഞങ്ങളുടെ വാഗ്ദത്തം നേടിയെടുക്കും. കാരണം എന്താ? മിസ്രയീമിൽ നിന്ന് വിടുവിച്ച യഹോവയുടെ കൂടാരം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി തൂക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ ക്രൂശ് പാളയത്തിലുണ്ട്. ഓരോ ദിവസവും രാവിലെയും ദൈവത്തിന്റെ
ദൈവത്തിന്റെ ദയ പാളയത്തിൽ വീണുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകളെ അടച്ചാട്ട് പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആത്മാവ് അത്യന്ത ശക്തിയായി നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിപ്പാൻ ഇടം കൊടുക്കുകയും ദുഃഖിതരായി നിരാശരായി പ്രിയ സ്നേഹിതരെ, നിങ്ങളാരും ദൈവസന്നിധി വിട്ടുപോകരുത്. നിങ്ങൾ ഒരുപക്ഷെ ഒരു മാറാ രോഗിയായേക്കാം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ കഴിയാത്തവണ്ണം നിങ്ങളേറെ വ്യാകുലരായേക്കാം. ദയവായി നിങ്ങൾ നിങ്ങളെ തന്നെ പരിഹരിപ്പാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിപ്പാൻ ശ്രമിക്കും തോറും പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കും. യേശുവിന്റെ ശിഷ്യന്മാർ പടകിൽ പോകുകയായിരുന്നു. കൊടുങ്കാറ്റ് ശക്തമായിട്ടടിച്ചു, തിരമാലകൾ ഉയർന്നി. കടലിലും പടകിലും പരിചയമുള്ള ശിഷ്യന്മാർ കരയാൻ തുടങ്ങി. ഓളങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു. അവൾ ഒരുവൻ യേശുവിനെ ഉണർത്തി, നാഥാ നാഥാ ഒന്ന് എഴുന്നേൽക്കണമേ, നാഥാ നാഥാ ഒന്ന് എഴുന്നേൽക്കണമേ. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. നിന്റെ വിശ്വാസ കപ്പലിന് നേരെ, ജീവിത യാത്രയ്ക്ക് നേരെ കൊടുങ്കാറ്റും തിരമാലകളും അടിച്ചിട്ട് അലയുന്ന മനസ്സോടെ ഇന്ന് രാത്രി ഇരിക്കുന്നുവോ? നീ തന്നെ പരിഹരിക്കാൻ നോക്കും തോറും പ്രശ്നം രൂക്ഷമായിട്ട് എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കും പോലെ വീണ്ടും വീണ്ടും നീ ദുഃഖത്തിലേക്ക് യാത്ര ചെയ്യുന്നോ? ഇന്ന് രാത്രി നമുക്ക് യേശുവിനെ എഴുന്നേൽപ്പിക്കാം. ഒരേ ശബ്ദത്തിൽ നമുക്ക് ഏറ്റുപറയാം, നാഥാ ഒന്ന് എഴുന്നേൽക്കണമേ. എന്റെ പടകിന് നേരെയുള്ള കാറ്റിനെയും കടലിനെയും അങ്ങ് ശാസിക്കണമേ. ദൈവത്തെ മുൻപിൽ കൊണ്ടുവരുവേ. നിങ്ങളുടെ മനസ്സ് ആനന്ദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കട്ടെ, നിങ്ങളുടെ ജഡം നിർഭയമായി വസിക്കട്ടെ. നമ്മുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപശക്തിയാണോ? ഇന്ന് രാത്രി അതിനോട് വിട പറയുവീൻ. മറുകര കാണാൻ കഴിയാത്തവണ്ണം ഒരു വലിയ പർവ്വതമാണോ? ഉറപ്പോടെ വിശ്വസിപ്പീൻ, സാത്താൻ നമ്മുടെ കാൽ കീഴെ താണു തരും. ഉറപ്പോടെ വിശ്വസിപ്പീൻ, ശത്രുവിന്റെ കോട്ടകൾ നിന്റെ മുൻപിൽ ഇടിഞ്ഞു പോകും. നീ ഒരു സാധാരണ മനുഷ്യനല്ല. ഒരുപക്ഷെ നീ ബലഹീനനായിരിക്കാം, പക്ഷേ നിന്നെ വിശ്വസ്തനെന്നെണ്ണിയതും നിന്നെ ശക്തനെന്നെണ്ണിയതും നിന്നെ യോദ്ധാവാക്കിയതും ദൈവമാണെങ്കിൽ യേശു പറയുന്നു, ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ സിംഹാസനത്തെ നോക്കാം. ഇസ്രായേൽ പാളയത്തിൽ കേട്ട ശബ്ദം ഇന്ന് രാത്രി നമുക്ക് ഏറ്റുപറയാം. ഞങ്ങൾ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ടു പോയി ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കും. ആരും മൗനമായിരിക്കരുത്. ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണുകളെ അടച്ചാട്ട് ഒരേ ശബ്ദത്തിൽ നമുക്ക് ഏറ്റുപറയാം. എന്ത് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവിത ഭാരമാണോ? നിങ്ങൾ അതിനെ തിരിഞ്ഞു നോക്കി പറയുവീൻ. നിങ്ങൾ അതിനെ നോക്കിക്കൊണ്ട് പറയുവീൻ, ഞാൻ വാഗ്ദത്തം നേടിയെടുക്കും. എന്നെ വിടുവിച്ച യഹോവയുടെ കൂടാരം എന്റെ മുൻപിലുണ്ട്. എന്നെ വീണ്ടെടുത്ത യേശുവിന്റെ ക്രൂശ് എന്റെ മുൻപിലുണ്ട്. ഒരു നാളും നഷ്ടപ്പെടാത്ത ദൈവത്തിന്റെ ദയ എന്റെ ദൃഷ്ടിക്ക് മുൻപിലുണ്ട്. ആകയാൽ ഞാൻ ജയിക്കും. കണ്ണുകളെ അടച്ചാട്ട് ആരും ദയവായി മൗനമായിരിക്കരുത്. കുഞ്ഞാടിന്റെ രക്തത്താലും അവരുടെ ഏറ്റുപറച്ചിലിനാലും അവർ ശത്രുവിനെ ജയിച്ചെന്നാണ്. നിങ്ങളുടെ പ്രശ്നം എന്തു ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ, രോഗമോ ദുഃഖമോ കടഭാരമോ മാനസിക പ്രശ്നമോ കുടുംബ സമാധാനം ഇല്ലായ്മയോ എന്തു ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നമുക്ക് ഏറ്റുപറയാം, ഞങ്ങൾ യഹോവയുടെ മുൻപാകെ പുറപ്പെട്ടു പോയി ഞങ്ങളുടെ വാഗ്ദത്തം നേടിയെടുക്കും. എല്ലാവരും ഒരേ ശബ്ദത്തിൽ അത് ഏറ്റുപറഞ്ഞാട്ട് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ശ്രദ്ധിക്കുക, നമ്മുടെ ഏറ്റുപറച്ചില് വളരെ പ്രധാനപ്പെട്ടതാണ്. വർഷങ്ങളായി ചിലപ്പോൾ നാം അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചു. തന്റെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ശൂന്യനായ മനുഷ്യൻ. അവനൊരു ശൂന്യനായ മനുഷ്യനായിരുന്നു. ഇപ്പോൾ ദൈവം പറയാണ്, നിന്റെ പേര് മാറ്റിയിട്ട് ഇന്നു മുതൽ നിന്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം അനേക ജാതികളുടെ പിതാവ്. അവൻ ശൂന്യനായിരിക്കെ, ഒന്നുമില്ലാത്തവനായിരിക്കെ, ഒരു സന്തതിയും ഇല്ലാതിരിക്കെ ദൈവം അവനെ അനേക ജാതികളുടെ പിതാവെന്ന് പറഞ്ഞു. അവനത് ഹൃദയപൂർവ്വം വിശ്വസിച്ചു. അവനത് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. നമ്മളൊക്കെയാണെ പറയും, കർത്താവേ അങ്ങനെ എന്നെ വിളിച്ചോ, എനിക്ക് മക്കളുണ്ടായ ശേഷം വിളിച്ചാട്ട്, ഇല്ലെങ്കിൽ സമൂഹം എന്നെ പരിഹസിക്കുമെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അടുത്ത ദിവസം ആരോ ചോദിച്ചു, എന്താണ് ബ്രദറിന്റെ പേര്? അവൻ പറഞ്ഞു, എന്റെ പേര് അബ്രഹാം എന്നാണ്. എന്റെ പേര് അബ്രഹാം എന്നാണോ? അവൻ ദീർഘമായി 25 വർഷം ഏറ്റുപറഞ്ഞ് അവൻ തന്റെ വാഗ്ദത്തം നേടിയെടുത്തു. ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ കാൽവറിയിൽ പോകാം. നമ്മുടെ ഈ ഹോളിൽ നിന്ന് ഒരേ ശബ്ദം ദൈവസിംഹാസനത്തിലേക്ക് പോകണം. നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന ശത്രുവിന്റെ ആരവം എന്താണ്? നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയുവീൻ, ഞാൻ എന്റെ യഹോവയാൽ ശത്രുവിന്റെ മതിൽ ചാടിക്കടക്കും. ഞാൻ എന്റെ ദൈവത്തിന്റെ മുൻപാകെ പുറപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നേടിയെടുക്കും. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ 8000 വാഗ്ദത്തങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങളിൽ പങ്കു പ്രാപിച്ചവരെ, വാഗ്ദത്തങ്ങളിൽ അവകാശം പ്രാപിച്ചവരെ, വിശ്വാസത്തോടെ ഏറ്റുപറയുവീൻ,
ഞങ്ങൾ പുറപ്പെട്ടു പോയി ശത്രുവിനെ നശിപ്പിച്ച് ഞങ്ങളുടെ വാഗ്ദത്തം നേടിയെടുക്കും. എന്നെ സൗഖ്യമാക്കാമെന്ന് ദൈവമാണ് പറഞ്ഞത്. ആ കഷ്ടം നീക്കിത്തരാമെന്ന് ദൈവമാണ് പറഞ്ഞത്. ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ദൈവമാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ നീക്കുപോക്കുണ്ടെന്ന് ദൈവമാണ് എന്നോട് പറഞ്ഞത്. ആകാശം നീങ്ങിപ്പോകട്ടെ, ഭൂമി മാറിപ്പോകട്ടെ, എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ല. ഉറക്കെ പ്രഖ്യാപിക്കും. എല്ലാവരും ഏറ്റുപറവീൻ. എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഏറ്റുപറവീൻ. ഞങ്ങൾ പുറപ്പെട്ടു പോയി ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കും. ഞങ്ങളുടെ മുൻപിൽ മിസ്രയീമിൽ നിന്ന് പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച യഹോവയുടെ കൂടാരമുണ്ട്. ഞങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ക്രൂശുണ്ട്. ഞങ്ങൾക്ക് മുൻപിൽ ഒരു കാലത്തും വറ്റിപ്പോകാത്ത ദൈവത്തിന്റെ ദയുണ്ട്. ആ ദയ ആകാശത്തോളം ഉയർന്നിരിക്കിയാൽ ആ ദയക്കായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് അനേകരെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി ഉയർത്തു വന്നവനായ കർത്താവ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. കർത്താവ് ഉയർത്തു വന്ന ശേഷം തന്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തി. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ വരിക, ഞാൻ കടൽ മീതെ നടന്നു കാണിക്കാമെന്നല്ല, ഞാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാമെന്നല്ല, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച പോലെ ഒരുവനെ ഞാൻ ഉയർപ്പിക്കാമെന്നല്ല. യേശുവിനെ കണ്ടുടനെ അവർ വ്യാകുലപ്പെട്ടു. എന്നാൽ അവർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഞാൻ യേശുവാണ്. നിങ്ങൾ എന്റെ കൈകളെയും കാലുകളെയും നോക്കുവീൻ, ഞാൻ യേശു തന്നെയാണ്. പ്രിയ സ്നേഹിത, ഉയർത്തു വന്ന യേശു ഇന്ന് രാത്രി നിന്റെ മുൻപിൽ നിൽക്കുന്നു. നീ ശ്രദ്ധിച്ചു നോക്കുവീൻ. അവന്റെ കൈകളിൽ ആണിപ്പാട് കാണുന്നില്ലേ? അവന്റെ കാലുകളിൽ ആണിപ്പാടുകൾ കാണുന്നില്ലേ? അത് യേശു തന്നെയാണ്. അവൻ നിന്നെ സൗഖ്യമാക്കും, അവൻ നിന്നെ ബലപ്പെടുത്തും, അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ വിടുവിക്കും. അവന്റെ നാമത്തിൽ നിനക്ക് ജയമുണ്ടാകും. ഇന്ന് രാത്രിയിൽ വീണ്ടും പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ വെളിച്ചം തന്റെ സിംഹാസനത്തിൽ നിന്ന് നമ്മുടെ മധ്യ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവ വെളിച്ചം ഈ ഹോളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇരുണ്ട പല ഹൃദയവും ദൈവ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ധൈര്യത്തോടെ നീ കർത്താവിൽ സന്തോഷിക്കുക. ശത്രുവിന്റെ കോട്ടകൾ തകരട്ടെ. ദൈവാത്മാവ് വെളിച്ചമായി നമ്മുടെ ഹൃദയങ്ങളിൽ പകരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ആ വരികൾ എല്ലാവർക്കും അറിയാവുന്ന വരികളാണ്. ആഗ്രഹത്തോടെ, ഉറപ്പുള്ള വിശ്വാസത്തോടെ നമുക്ക് ആ വരികൾ വീണ്ടും ചേർന്ന് പാടാം. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ.
അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും അന്ധകാരത്തിന്റെ ആത്മാവ് വിട്ടൊഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.